Okay, negative rule 7 പറയുന്നത് the statement which gives a sense of following is generally wrong. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അതിനെ ഫോളോ ചെയ്ത് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ജനറലി റോങ് ആവാനാണ് സാധ്യതയുള്ളത്. Hi, good evening. Welcome you all to the second day of Prelims Mastery Techniques class. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സെഷൻസ് മുന്നേയുള്ള സെഷൻസ് കണ്ടതിന് ശേഷം മാത്രം ഈ സെഷൻസ് കാണാൻ വരിക. നമുക്ക് 3 ഡെമോ സെഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം എന്തൊക്കെയായിരിക്കും ഒരു ബിഗ്ഗസ്റ്റ് നീഡ് UPSC പ്രിലിംസ് എക്സാമിനേഷന് വേണ്ട നീഡ്സ് എന്തൊക്കെയാണ്, അതുപോലെ നമ്മുടെ എന്തുകൊണ്ടാണ് നമ്മൾ ഫെയിലിയർ ആവുന്നത്, അതുപോലെ നമ്മുടെ കുറച്ച് ടെക്നിക്സുകൾ, കാരണം നമ്മൾ മെന്റലി ഓക്കെ ആയിരിക്കണം, എക്സാം ടൈമിൽ പാനിക് ഉണ്ടാവരുത് തുടങ്ങുന്ന വളരെ ചെറിയ ചെറിയ ടിപ്സുകൾ മാത്രമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ തമ്പ് റൂൾസുകളിലേക്കായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നത്. സോ അതിൽ നമ്മൾ 4ഓളം റൂൾസുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ ആ റൂള് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കണം എന്നും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നെഗറ്റീവ് റൂൾസുകളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെഗറ്റീവ് റൂൾ 1 എന്ന് പറഞ്ഞിരുന്നത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സുകൾ റോങ് ആണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറയാം, സെഷൻസ് ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുന്നിലത്തെ സെഷൻസ് കണ്ടതിന് ശേഷം മാത്രം ഇങ്ങോട്ടേക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് മിയർലി ഒരു നോളജ് കൊണ്ട് മാത്രം സിവിൽ സർവീസസ് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. അതിന് നമുക്ക് കുറച്ച് ലോജിക്കും ആവശ്യമായിട്ടുണ്ട്, കുറച്ച് ടെക്നിക്സും ആവശ്യമായിട്ടുണ്ട്. അപ്പം ഈ ലോജിക്കും ടെക്നിക്സും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ദ റിയൽ UPSC പേപ്പർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ ആൻസറിലേക്ക് എത്തുന്നത്. സോ അതാണ് നമ്മൾ ഈ പ്രിലിംസ് മാസ്റ്ററി ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 12ഓളം നെഗറ്റീവ് റൂൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഫസ്റ്റ് റൂൾ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്നുള്ളതാണ്. അപ്പം സ്റ്റേറ്റ്മെന്റ്സുകളിൽ ഈ പറഞ്ഞതുപോലെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് റോങ് ആയിരിക്കും. നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ്സ് എലിമിനേറ്റ് ചെയ്യാം. എലിമിനേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷനിലേക്ക് പോയി നോക്കാം. ഓപ്ഷനിൽ പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 50% ചാൻസ് കിട്ടുമായിരിക്കും, മേ ബി ഒരു 75% ചാൻസ് കിട്ടുമായിരിക്കും. അപ്പോൾ ചിലപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ലോജിക് പ്ലസ് ദിസ് ടെക്നിക്. ദെൻ സെക്കൻഡ് റൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എക്സാക്ട് ഡാറ്റ. അതായത് UPSC സ്റ്റേറ്റ്മെന്റ്സുകളിൽ വളരെ വ്യക്തമായിട്ടുള്ള ഡാറ്റകൾ തരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം പൂർണ്ണമായിട്ടും ഈ ഒരു ടെക്നിക്സ് വർക്കാവില്ല. ആദ്യമേ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 100% സക്സസ് എന്ന് പറയില്ല. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ലോജിക്കും ഈ ഒരു ടെക്നിക്സും ഉപയോഗിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. നമ്മളിവിടെ വ്യക്തമായിട്ട് എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും, എത്ര ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ഈ ഒരു റൂള് തെറ്റായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ദെൻ ദ തേർഡ് റൂൾ പറഞ്ഞിട്ടുണ്ടായത് നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് റോങ്. അതായത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ നെയിം വരികയാണ്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ്, ഏതെങ്കിലും പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ ദിസ് മിനിസ്റ്ററി ഓർ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓർ ദ ബോഡീസ് ലൈക്ക് RBI, SEBI ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ബോഡീസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം റോങ് ആയിരിക്കും. സോ അതേപോലെ തന്നെ ഒരു റൂളാണ് നമ്മൾ നെഗറ്റീവ് റൂൾ നമ്പർ 4 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ റോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെ സ്റ്റേറ്റ്മെന്റ്സുകൾ റോങ് ആയിരിക്കും എന്നുള്ളത്. ഇത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ തന്നെ നമ്മൾ ഈ റൂൾ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു റൂള് ഓക്കെ ജെനുവിൻ ആണോ, നമുക്കിത് അപ്ലിക്കബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒരിക്കലും ഒരു മോക്ക് പേപ്പേഴ്സിൻ്റെ അകത്തൊന്നുമല്ല, നമ്മൾ UPSCയുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് എല്ലാ ഈ റൂളുകളും അപ്ലൈ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, so moving on to today's sessions, നെഗറ്റീവ് റൂൾ 5. അപ്പം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് റൂൾ 5 ആണ്. സോ എന്താണ് നെഗറ്റീവ് റൂൾ 5 എന്ന് പറയുന്നത്? ഇത് നിങ്ങൾക്ക് പൊളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റൂളാണ് ആക്ച്വലി. ഓക്കെ, സോ പൊളിറ്റി ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൂളാണ് നെഗറ്റീവ് റൂൾ 5 എന്ന് പറയുന്നത്. ദിസ് റൂൾ അലോൺ ഈസ് ഗോയിങ് ടു ഗിവ് യു 4 to 8 marks extra in your prelims. This rule helps you solve a very difficult type of questions asked each year from Indian polity. ഇപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് ഈ റൂള് അപ്ലൈ ചെയ്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ എന്താണ് റൂൾ പറയുന്നത്? If you find the following keywords in any statements, then such statements is more likely to be wrong. അപ്പം ഇത്തരം സ്റ്റേറ്റ്മെന്റ്സുകൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്സുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്സുകൾ ഒരു 90% റോങ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സുകൾ? അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സുകൾ നോക്കാം. അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, or Constitution of India defines, or Constitution of India classifies, Constitution prescribes, exempts തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്സുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് റോങ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതിന്റെ പ്രൂഫ് നമ്മൾ നോക്കാം. അതിന്റെ പ്രൂഫിലേക്ക് നോക്കാം. 2023 ഏകദേശം 3 ക്വസ്റ്റ്യൻസ് അതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ് നമുക്ക് ആ റൂൾ റോങ് ആയിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റ്സിലും നമുക്കത് അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 75% ആണ് അതിന്റെ ആക്യുറസി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പേഴ്സ് 36 and 40 ക്വസ്റ്റ്യൻ നമ്പേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2023 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. നിങ്ങൾ 36, 40 ഈ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുക. അവിടെ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ആദ്യമേ പറയാം, റൂൾ മാത്രം അപ്ലൈ ചെയ്യരുത്, കുറച്ച് ലോജിക്കും കൂടി പ്രയോഗിച്ച് നോക്കാം. അതിനുശേഷം മാത്രം ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കാം. ദെൻ 2022 and 21, 20 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3, 2, 2 എന്നീ ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 100% സക്സസ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ നമ്പറും ഇവിടെ വ്യക്തമാക്കി നൽകിയിട്ടുണ്ട്. അപ്പം ആ ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പം നമുക്ക് ഈ റൂള് എങ്ങനെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് നമ്മൾ ആക്ച്വൽ UPSCയുടെ പേപ്പേഴ്സിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ 2023 ക്വസ്റ്റ്യൻ നമ്പർ 77 നമുക്ക് നോക്കാം. ഓക്കെ, നെഗറ്റീവ് റൂൾ 5 എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത്. The Constitution of India exempts the states from providing legal counsel to a person being held for preventive detention. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത് അതിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എക്സെംപ്റ്റ്സ്. നമ്മൾ പറഞ്ഞു അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ലൈക്ലി ടു ബി റോങ്, അതായത് ഒരു 75% ഒരു 80% റോങ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി അത് റോങ് ആയിരുന്നു. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 2022 ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്ലാസിഫൈസ്. അപ്പോൾ വീണ്ടും വരികയാണ്, ആ സ്റ്റേറ്റ്മെന്റ് വീണ്ടും വരികയാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്ലാസിഫൈസ് the minister into 4 rank is cabinet minister, minister of state with independent charge, minister of state and deputy minister. അപ്പം സിമിലർ ഡെഫിനിഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്ലാസിഫൈസ്. ഓക്കെ, അപ്പം അവിടെ നമുക്ക് വേണമെങ്കിൽ ഈ റൂള് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്ലാസിഫൈസ്. അപ്പോൾ അത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ആ സ്റ്റേറ്റ്മെന്റ് ലൈക്ലി ടു ബി റോങ് ആണ്, ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആയിരുന്നു. ദെൻ 2021 ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ certain provisions in the Constitution of India. സോ ആ രീതിയിലും ചോദിക്കുക, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന പ്രകാരം ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ the question might likely to be wrong എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഇവിടെ പറയുന്ന കാര്യം certain provisions in the Constitution of India give the central government the right to issue direction to the RBI in public interest. അപ്പോൾ ഇവിടെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ RBIയെ ഡയറക്റ്റ് ചെയ്യിക്കുക, അതായത് പബ്ലിക് ഇൻട്രസ്റ്റ്. അപ്പോൾ പബ്ലിക് പറയാണ് ഓക്കെ ചിലപ്പോൾ നമുക്ക് ഇൻഫ്ലേഷൻ വരികയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൊമോഡിറ്റീസിന്റെ വിലയൊക്കെ കൂടുന്ന സമയത്ത് തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റിന് RBIയോട് പറയാം. എന്ത് പറയാം? മാർക്കറ്റിൽ മണി ഇൻഫ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ കൂടുതൽ മണി മാർക്കറ്റിൽ നിന്ന് നമ്മൾ തിരിച്ച് പിൻവലിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിൽ മണി അവൈലബിൾ അല്ല അല്ലെങ്കിൽ പൈസ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ മാർക്കറ്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് RBIയോട് പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ശരിയാണ്. അപ്പോൾ ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ നിന്ന് മുതൽ ഈ സ്റ്റേജ് മുതൽ, അതായത് ഗിവ് ദ സെൻട്രൽ ഗവൺമെന്റ് ദ റൈറ്റ് ടു ഇഷ്യൂ ഡയറക്ഷൻസ് ടു ദ RBI ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വരെ ശരിയാണ്. ബട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതായത് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഈ ഒരു കാര്യം പറയുന്നു എന്നാണ് പറയുന്നത്. ബട്ട് ആക്ച്വലി ഇന്ത്യൻ ഭരണഘടന അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നില്ല. ബട്ട് അതിന്റെ സെക്കൻഡ് ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് RBIയിലേക്ക് ഡയറക്ഷൻസോ പ്രൊവിഷൻസോ നൽകാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഒരിക്കലും അത് ചിന്തിക്കില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ പോയി നോക്കും, ശരിയാണല്ലോ സെൻട്രൽ ഗവൺമെന്റിന് പബ്ലിക് ഇൻട്രസ്റ്റിനെ മുൻനിർത്തിക്കൊണ്ട് RBIക്ക് എന്ത് കൊടുക്കാം? ഡയറക്ഷൻസ് കൊടുക്കാം. ഓക്കെ, ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, നമ്മൾ ടിക്ക് ചെയ്ത് പോകും. ബട്ട് അതിന് മുന്നേ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ have certain provisions regarding this. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ അത് പറയുന്നില്ല. ആക്ച്വലി അത് ഉള്ളതാണ്, ബട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ ഭരണഘടനയിൽ അത് പറയുന്നില്ല.
അപ്പൊ അവിടെയാണ് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നന്നായിട്ട് അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും സിമ്പിൾ ലോജിക്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ എന്ത് ചിന്തിക്കില്ല, ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കില്ല. ഓക്കെ, കാരണം ഒന്നാമത്തെ കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് പറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം ആർട്ടിക്കിൾസ് പഠിക്കണം, ആർട്ടിക്കിൾസിന്റെ സബ് ക്ലോസ് ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇത്രത്തോളം കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം UPSCക്കും വളരെ നന്നായിട്ട് അറിയാം. ഓക്കെ, സോ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. 2020 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ 13. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻസ് ഇറ്റ്സ് ബേസിക് സ്ട്രക്ചർ ഇൻ ടേംസ് ഓഫ് ഫെഡറലിസം, സെക്യുലറിസം, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കുറച്ച് കട്ടായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു പോകണം. 2020 ക്വസ്റ്റ്യൻ നമ്പർ 13th ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്ത് പറയാം, നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് പറയാം. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ മാത്രമല്ല, ഇതിന്റെ പുറകിലേക്ക് വരുന്ന കാര്യങ്ങൾ 90% ശരിയാവാനാണ് സാധ്യത കൂടുതൽ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വേർഡ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി പറയുന്നത് ശരിയായിരിക്കും. സോ കാരണം നമ്മൾ പെട്ടെന്ന് നമ്മൾ കണ്ണെത്തുന്ന എവിടെയായിരിക്കും, ഓക്കെ താഴെ വന്നിരിക്കുന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻസ് ഓർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അല്ല അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്ലാസിഫൈ, ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കോൺസെൻട്രേഷനും ഇന്റലിജൻസും കൂടി UPSC ടെസ്റ്റ് ചെയ്യും, മിയർലി ഒരു നോളജ് മാത്രമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഒന്നും ചിന്തിക്കില്ല, ശരിയാണ് ഓക്കെ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അപ്പൊ നമ്മൾ റൈറ്റ് ചെയ്ത് പോകും. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞില്ലെന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കില്ല. ലോജിക്ക് ചിന്തിച്ച് നോക്കൂ, ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ്, ഇത്രയും ആർട്ടിക്കിൾസ്, ഇത്രയും സബ് ക്ലോസുകൾ നമുക്ക് പഠിക്കാൻ സാധിക്കുമോ? ഇല്ല. ആക്ച്വലി അതൊക്കെ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനത്തെ ഒരു ഫാക്ച്വൽ നോളജ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ അല്ല UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ. അത് മൈൻഡിൽ ഉണ്ടായിരിക്കുക. UPSC എക്സാമിനേഷൻ എന്താണ്, ആരെയാണ് UPSCക്ക് വേണ്ടത്, അത് നിങ്ങളുടെ മൈൻഡിൽ ഓരോ സമയത്തും പഠിക്കുന്ന സമയത്തും ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുക. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിലേക്ക് അതിന്റെ ആൻസേഴ്സ് തെളിയും. ഒരിക്കലും ഒരു ഫാക്ച്വൽസ് മാത്രം അറിയുന്ന ഒരാളെയല്ല UPSCക്ക് വേണ്ടത്. UPSCക്ക് വേണ്ടത് അത്യാവശ്യം ഇന്റലിജന്റ് ആയിട്ട് അത് എലിമിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചിന്തിക്കാനും കപ്പാസിറ്റിയുള്ള ആളുകളെയാണ്. ഓക്കെ, സോ അതാണ് നെഗറ്റീവ് റൂൾ 5 പറയുന്നത്. നിങ്ങൾ 5 പറഞ്ഞിരിക്കുന്ന ഈ ഒരു റൂൾ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ 2015 മുതലുള്ള ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് അനലൈസ് ചെയ്യാം. തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യണം, തറവലി നിങ്ങൾ അനലൈസ് ചെയ്യണം. നിങ്ങൾ ഏത് ടെസ്റ്റ് സീരീസ് എടുത്തോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ടെസ്റ്റ് സീരീസ് എടുത്താൽ പോലും നിങ്ങൾ വിജയിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അതിന് നിങ്ങൾക്ക് വേണ്ടത് UPSC ഓതന്റിക്കേറ്റ് ആയിട്ടുള്ള റിസോഴ്സുകളെ ഫസ്റ്റ് റിലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ UPSC ഓതന്റിക്കേറ്റ് റിസോഴ്സുകൾ എന്തൊക്കെയാണ്? ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പിന്നെ നമ്മുടെ കയ്യിലെ സിലബസ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ UPSC പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. ഇവൻ NCERT പോലും UPSC എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. നിങ്ങൾ NCERT പഠിച്ചോളൂ, NCERT നിന്ന് ഞങ്ങൾ മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പം UPSC ഓതന്റിക്കേറ്റ് ആയിട്ടുള്ള സോഴ്സുകൾ ആദ്യം പരിശോധിക്കുക. അതുകൊണ്ടാണ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിശോധിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ടെസ്റ്റ് സീരീസ് അലോൺ നിങ്ങൾ എത്രത്തോളം ടെസ്റ്റ് സീരീസ് എടുത്തോ, ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് സീരീസ് എടുത്തോ, അതുകൊണ്ട് നിങ്ങൾ വിജയിക്കണം എന്നൊരു നിർബന്ധമില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുക, ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് എങ്ങനെയാണ് വന്നതെന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ടെസ്റ്റ് സീരീസ് എടുക്കുക. ടെസ്റ്റ് സീരീസ് എപ്പോഴും നിങ്ങളുടെ ഒരു നോളജ് ബൂസ്റ്റിംഗ് മാത്രമേ നിങ്ങളുടെ ടെസ്റ്റ് സീരീസ് നിങ്ങൾ കൊണ്ടെത്തിക്കുകയുള്ളൂ. ഒരു 90%. പിന്നെ നിങ്ങളുടെ ലോജിക്സും പതുക്കെ ഇമ്പ്രൂവ് ആവും, നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ഇമ്പ്രൂവ് ആവും, നിങ്ങളുടെ ഇന്റലിജൻസ് ഇമ്പ്രൂവ് ആവും, അതുപോലെ തന്നെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ, ഫോക്കസ്, ഈ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ടെസ്റ്റ് സീരീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മനസ്സിലാക്കാനും നിങ്ങളെ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ടെസ്റ്റ് സീരീസ് എടുത്തത് കൊണ്ട് നിങ്ങൾ വിജയിക്കണം എന്നൊരു നിർബന്ധമില്ല. ഞാൻ വീണ്ടും ആ ഒരു കാര്യം ഓർമ്മിക്കുകയാണ്, അത് എടുത്തത് കൊണ്ട് മാത്രം നിങ്ങൾ വിജയിക്കണമെന്നില്ല. ബട്ട് അത് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ആവശ്യമായിട്ടുണ്ട്. നോളജ് മാത്രം പോരാ, ഈ നോളജിൽ നിന്ന് എങ്ങനെയാണ് ആൻസേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് റൂളിലേക്ക് പോവാണ്. നെഗറ്റീവ് റൂൾ 6. നെഗറ്റീവ് റൂൾ 6 എന്താ പറയുന്നത്? ഇഫ് ക്വസ്റ്റ്യൻ ഹാസ് 4 or more statements, അതായത് ഒരു ക്വസ്റ്റ്യനിൽ 4 അല്ലെങ്കിൽ അതിലധികമോ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ then in such questions all the above statement correct. Okay, option is wrong except in questions where they have asked application of technology or sources of some particular pollutions. ഓക്കെ, അപ്പം ഈ എന്താണ് ഈ റൂൾ പറയുന്നത്? ഇഫ് ക്വസ്റ്റ്യൻ ഹാസ് 4 or more സ്റ്റേറ്റ്മെന്റ്, അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ 4 അതിലധികമോ സ്റ്റേറ്റ്മെന്റ്സുകൾ ഉണ്ടെങ്കിൽ then in such questions, അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് all of the above statements correct. ഓപ്ഷൻ ഈസ് റോങ്. അതായത് all of the above statement is correct അല്ലെങ്കിൽ all of the above എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് റോങ് ആണ്. നിങ്ങൾ ഒരിക്കലും ചാടിക്കാരി അങ്ങോട്ടേക്ക് പോയിട്ട് ഓക്കെ all of the above കൊടുക്കരുത്. ഒരു 4 സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ 5 സ്റ്റേറ്റ്മെന്റ്സോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ all of the above നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. അതായത് ഓരോ ഓപ്ഷൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എലിമിനേറ്റ് ചെയ്യാം. പക്ഷെ അതിലൊരു എക്സംഷൻസ് പറയുന്നത്. എക്സംഷൻ എന്താ പറയുന്നത്?
അതായത് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ബിക്കോസ് ഫോർ എക്സാമ്പിൾ ഡ്രോൺ ടെക്നോളജി ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോളോവിങ് ഏരിയാസ്. ഒരു 4-5 സ്റ്റേറ്റ്മെന്റ്സുകൾ വരികയാണ്. ഓക്കെ, ഡ്രോൺ ടെക്നോളജി എവിടെ സ്പ്രേയിങ് പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഇവാലുവേറ്റിംഗ് ദ ലാൻഡ് സർവേ, അങ്ങനെ 4-5 ആപ്ലിക്കേഷൻസ്. അപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു റൂളും വെച്ച് പോകരുത്. മേ ബി അവിടെ ഓൾ ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആവുക. കാരണം സയൻസ് ആൻഡ് ടെക്നോളജി ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്. ഇപ്പം എ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ എ ടെക്നോളജി ക്യാൻ ബി യൂസ്ഡ്. അപ്പൊ എ ഉപയോഗിച്ചിട്ട് ഒരു 4-5 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. ഈ മേഖലയിൽ ഉപയോഗിക്കാം. എന്താണ് ക്രിയേറ്റിംഗ് ഇമേജസ് അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് വീഡിയോസ് അല്ലെങ്കിൽ എന്താണ് കൺവേർട്ട് ടെക്സ്റ്റ് സ്പീച്ച് ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ 4-5 സ്റ്റേറ്റ്മെന്റ് വരികയാണ്. ഇതൊക്കെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്. ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നിങ്ങൾ മേ ബി ഓൾ ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയിരിക്കും. അവിടെ നമ്മൾ ഈ റൂൾ കൊണ്ട് അപ്ലൈ ചെയ്യരുത്. വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അതിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇതിന് 2 പാർട്ടുകളാണ് പറയുന്നത്. ഈ ഒരു റൂള് നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യുന്നത് 2 പാർട്ടുകളായിട്ടാണ് പറയുന്നത്. അതിൽ സെക്കൻഡ് പാർട്ട് അത് തന്നെ പറയാം. If the questions is asking application of some futuristic technology like AI, blockchain technology അല്ലെങ്കിൽ IoT, അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ then most of the time all of the above statement is correct. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ, അതായത് ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയിലോ ടെക്നോളജി വരുന്നു, ഫ്യൂച്ചറിസ്റ്റിക്കുള്ള ടെക്നോളജി വരുന്നു, ഈ ടെക്നോളജി ഇവിടെ യൂസ് ചെയ്യാം, അവിടെ യൂസ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളിൽ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ യൂസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ മെജോറിറ്റി ഓൾ ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആവാം. ബിക്കോസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ AI ടെക്നോളജിയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നു. AI ക്യാൻ ജനറേറ്റ് മൂവീസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വരുന്നു. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന സമയത്ത് AIക്ക് ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് മൂവി ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. ബട്ട് ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്ന ആ സമയത്ത് ക്വസ്റ്റ്യൻ സെറ്ററിന്റെ മൈൻഡ് സെറ്റിൽ ഓക്കെ AI ഉപയോഗിച്ചിട്ട് മൂവി ഉണ്ടാക്കാൻ പറ്റില്ല. ബട്ട് നിങ്ങൾ എക്സാമിനേഷൻ എഴുതി ഇതിന്റെ റിസൾട്ട് വരുന്നതിനുള്ളിൽ ചിലപ്പോൾ AI ഡെവലപ്ഡ് ആയിട്ട് മൂവീസ് എന്ത് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് റോങ് ആണ് റൈറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായും ഇല്ല. അത് ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജിയാണ്. എവിടെ എപ്പം ഇത് വിപുലീകരിക്കപ്പെടും അല്ലെങ്കിൽ ഏത് സ്റ്റേജിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രീ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ ഓൾ ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. അത് പ്രാക്ടിക്കൽ ആണെന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 30% നിങ്ങളുടെ ലോജിക്ക് അവിടെ ഓക്കെ ഇത് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തിൽ ഓൾ ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തോളൂ. ഓക്കെ, അതിന്റെ ഫസ്റ്റ് പാർട്ട് പറയുന്നത് ഇഫ് ദ ക്വസ്റ്റ്യൻ ഹാസ് 4 or more statements then the chance of all statements being correct is very low. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ്മെന്റ് വൈസുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് അല്ല, സയൻസ് ആൻഡ് ടെക്നിക് ആപ്ലിക്കേഷൻ ബേസ്ഡ് അല്ലാത്ത ലെവലിൽ സ്റ്റേറ്റ്മെന്റ്സുകളാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഓൾ ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ് സാധ്യത കുറവാണ്. ഹെൻസ് ഓപ്ഷൻ which states that all statements are correct should be considered as wrong option. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? അവിടെ ഓൾ ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പൊ നമ്മുടെ മുന്നിൽ 3 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഈ 3 ഓപ്ഷൻസ്, അതായത് നമ്മൾ 75% ചാൻസ് നമുക്ക് കിട്ടും. നമ്മൾ 25% ഒഴിവാക്കി അല്ലെ, 4 ക്വസ്റ്റ്യൻ 25 100% ചാൻസ്. അതിലൊരു ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു, ഓൾ ഓഫ് ദ എബോവ് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ബാക്കി 3 അടുത്ത് നിന്ന് കണ്ടെത്താം. ആ കണ്ടെത്താൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ലോജിക്കും നിങ്ങളെ കുറച്ച് നോളജും മാത്രം ഉണ്ടായാൽ മതി. അത് 3 നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ ഇതിന്റെ സക്സസ് പെർസെന്റ് എപ്പോഴും വളരെ വളരെ ഹൈ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ 2023 നമ്മളെ റൂള് ഏകദേശം 10ഓളം ക്വസ്റ്റ്യൻസിൽ നമ്മളെ റൂള് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 10ഓളം ക്വസ്റ്റ്യൻസിലും ഈ റൂള് സക്സസ് ആയിരുന്നു. അതായത് 100% ആണ് ഇതിന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത്. റഫറൻസ് ക്വസ്റ്റ്യൻസ് പരിശോധിച്ച് നോക്കൂ. 25, 29, 38 തുടങ്ങിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പരിശോധിച്ച് നോക്കുക. ഈ റൂള് ജസ്റ്റ് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ലോജിക്കും റൂളും അപ്ലൈ ചെയ്ത് നോക്കുക. റൂള് മാത്രം പോയി അപ്ലൈ ചെയ്യരുത്. ഒരിക്കലും ഒരു ഈസി മെത്തേഡിലൂടെ UPSC ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് ഒരിക്കലും മൈൻഡിൽ വിചാരിക്കരുത്. നിങ്ങളുടെ ലോജിക്കും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നോളജും ഉണ്ടായിരിക്കണം. അതിനുശേഷം ഈ ട്രിക്സ് നിങ്ങളെ സപ്പോർട്ടീവായിട്ടും ഉണ്ടായിരിക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഒരിക്കലും UPSC ഒരു ഈസി മെത്തേഡിലൂടെ നേടാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ അല്ല. മേ ബി ചിലപ്പോൾ നിങ്ങൾ ഈ ട്രിക്ക് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആയപ്പോലും നിങ്ങൾ മെയിൻസിൽ വീഴും. ബിക്കോസ് മെയിൻസ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദ പ്രിലിംസ് എക്സാമിനേഷൻസ്. ആ കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. നിങ്ങൾ എഴുതണം. നിങ്ങളൊരു വെള്ള പേപ്പർ തന്നിട്ട് അതിലേക്ക് നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ എഴുതാനാണ് പറയുന്നത് അല്ലേ. നമ്മൾ ഇതാണെങ്കിൽ നമുക്ക് ബബിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ വീഴും. സോ ഈസി മെത്തേഡ് ഇത് മാത്രം പഠിച്ചു പോയാൽ കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവരുത്. തീർച്ചയായിട്ടും പഠിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ലോജിക്ക് ഉപയോഗിച്ചൊക്കെ അതിനുശേഷം സപ്പോർട്ടീവായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന റൂളുകൾ ഉപയോഗിക്കാം. ഓക്കെ, 2022 5ഓളം ക്വസ്റ്റ്യൻസിൽ നമുക്ക് റൂൾ അപ്ലൈ ആയിട്ടുണ്ടായിരുന്നു. അതിൽ 1 മാത്രമേ നമുക്ക് റോങ് ആയിട്ടുള്ളൂ. 83%ഓളമാണ് അതിന്റെ സക്സസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് റഫറൻസ് ക്വസ്റ്റ്യൻസ് 7, 27, 40 and 62. അങ്ങനെ ഓരോ റഫറൻസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ഡ്രൈവിൽ അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ നമ്പർ വെച്ചിട്ട് ഈ റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ,
ഒരേ ഒറ്റ റൂൾ മാത്രം അപ്ലൈ ചെയ്ത് പോരാ കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് റൂൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് 1, 2, 3 റൂൾസുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ എക്സാക്ട് ഡാറ്റാസ് വരും, ചിലപ്പോൾ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സുകൾ വരാം, ചിലപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ റോങ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അവിടേക്ക് ലോജിക്കും വെച്ചേക്കും. അതായത് ഒരു ക്വസ്റ്റിൻ്റെ അകത്ത് ഒരു റൂൾ മാത്രമായിരിക്കില്ല, എല്ലാ റൂളുകളും അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. 2023 ക്വസ്റ്റ്യൻസ്. കൺസിഡർ ദ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ദ ഫോളോവിങ് അസറ്റ്സ്: brand recognition, inventory, intellectual property, mailing list of clients. How many of the above are considered intangible investment? അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണോ? അല്ല, ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് നെഗറ്റീവ് റൂൾ 6 നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്താണ് ഓൾ ഓഫ് ദ എബോവ് എന്നുള്ള കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യുക. അതാണല്ലോ നമ്മുടെ നെഗറ്റീവ് റൂൾസ് എന്ന് പറയുന്നത്. അതായത് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യമല്ല, ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ല ചോദിച്ചിട്ടുള്ളത്, നോർമലി ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓൾ ഓഫ് ദി എബോവ് തന്നെ സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാം. അപ്പം നമുക്ക് എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഒരു ഓപ്ഷൻ എന്തായാലും എലിമിനേറ്റ് ചെയ്തു, ബാക്കി 3 എന്താണ് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. അത് കുറച്ച് ലോജിക്കും കൂടി അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, 29th ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ദ ഫോളോവിങ്: ഡെമോഗ്രാഫിക് പെർഫോമൻസ്, ഫോറസ്റ്റ് ആൻഡ് എക്കോളജി, ഗവേണൻസ് റിഫോംസ്, സ്റ്റേബിൾ ഗവൺമെന്റ്, ടാക്സ് ആൻഡ് ഫിസ്ക്കൽ എഫേർട്സ്. For the horizontal tax devolution, the 15th Finance Commission used how many of the above as criteria other than population, area and income distance? അപ്പോൾ ഇതിലും എന്താണ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണോ? അല്ല, ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ട് വന്നിരിക്കുന്നതല്ല. 4 കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സുകളുണ്ടോ? തീർച്ചയായിട്ടും 4 കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സുകളുണ്ട്. അപ്പോൾ എന്താണ് റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? നെഗറ്റീവ് റൂൾ 6 എന്തായിരുന്നു? ഓൾ ഓഫ് ദ എബോവ് റോങ് ആയിരിക്കും. ഓഫ് കോഴ്സ് ഓൾ ഓഫ് ദ എബോവ് റോങ് ആയിരുന്നു. നമുക്ക് അവിടെയും ഒരു സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാൻ പറ്റും. ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സുകളിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കാം. ഞാൻ ഒരിക്കലും ഈ റൂൾ ഉപയോഗിച്ചിട്ട് നേരിട്ട് നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ പറ്റുമെന്ന് പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾക്കൊരു പരിധി വരെ നമുക്ക് എലിമിനേഷൻ ഇന്റലിജൻസ് എന്താണ് എൻഹാൻസ് ചെയ്യാനാണ് ഈ റൂൾസ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. 2022 ക്വസ്റ്റ്യൻ നമ്പർ 27 നോക്കൂ. കൺസിഡർ ദ ഫോളോവിങ് കൺട്രീസ്: അസർബൈജാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ. വിച്ച് ഓഫ് ദ എബോവ് ഹാവ് ബോർഡേഴ്സ് വിത്ത് അഫ്ഗാനിസ്ഥാൻ? സോ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് വീണ്ടും എന്താണ് റൂൾ? നെഗറ്റീവ് റൂൾ 6 എന്തായിരുന്നു പറഞ്ഞത്? ഓൾ ഓഫ് ദ എബോവ് ഈസ് റോങ്. സോ 1, 2, 3, 4 and 5 എന്നുള്ളത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. സോ മേ ബി ഈ 3 ഏതോ ഒന്നാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെൻ അതേപോലെ തന്നെ 62 ക്വസ്റ്റ്യൻസ് 2022 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്സ്: ആന്ധ്രാപ്രദേശ്, കേരള, ഹിമാചൽ പ്രദേശ്, ത്രിപുര. ഹൗ മെനി ഓഫ് ദ എബോവ് ആർ ജനറലി നോൺ ആസ് ടീ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ്? ടീ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് റൂൾ 6 എന്തായിരുന്നു? ഇങ്ങനെയുള്ള ഒരു 4 കൂടുതൽ സ്റ്റേറ്റ്മെന്റുകളോ വരികയാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് അല്ല, അല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിട്ടുള്ളത്, എന്ത് ചെയ്യാം? ഓൾ ഓഫ് ദ എബോവ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം, അല്ലെ? അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഓൺലി 1 സ്റ്റേറ്റ്. ഓക്കെ, ഈ 3 ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ 1 മാത്രമേ എലിമിനേറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി പല റൂളുകൾ ഉപയോഗിക്കും. ആ റൂളുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ആൻസർ എത്താൻ പറ്റും. നമ്മൾ ഈ കംപ്ലീറ്റ് റൂളുകൾ കഴിയുന്നതോടെ തന്നെ നിങ്ങൾക്ക് എക്സാക്ട് ആൻസറിലേക്ക് എത്താനുള്ളൊരു പരിധി നിങ്ങൾ അച്ചീവ് ചെയ്യും. ഓക്കെ, സോ ദെൻ നെഗറ്റീവ് റൂൾ 7 പോവാണ്. ഓക്കെ, നെഗറ്റീവ് റൂൾ 7 പറയുന്നത് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഗിവ്സ് എ സെൻസ് ഓഫ് ഫോളോവിങ് ഇറ്റ്സ് ജനറലി റോങ്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അതിനെ ഫോളോ ചെയ്ത് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നതാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ജനറലി റോങ് ആവാനാണ് സാധ്യതയുള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇത് ഇങ്ങനെയാണ് ബട്ട് അത് അങ്ങനെയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണ് ബട്ട് അത് അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു കാര്യം. ഇപ്പോൾ ദിസ് ആൻഡ് ബട്ട് നോട്ട് ദിസ് എന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജനറലി റോങ് ആവാനുള്ള സാധ്യത. അതായത് ആദ്യം തരുന്ന സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ ശരിയായിരിക്കും, രണ്ടാമത് വരുന്ന റോങ് ആയിരിക്കും. ഇപ്പം ബട്ട് നോട്ട്, വെരിയാസ്, വൈൽ എന്നൊക്കെയാണ് അതിന്റെ കീവേഡ്സ് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ 2022 ക്വസ്റ്റ്യൻ നമ്പർ 38 നോക്കൂ. ദ ഓർഗാനിസം ഇൻ പ്രോബയോട്ടിക്സ് ആർ ഫൗണ്ട് ഇൻ ഫുഡ്സ് വി ഇൻജസ്റ്റ്. ദ ഓർഗാനിസം ഇൻ probiotics are found in foods we ingest. Okay, but they do not naturally occur in our gut. The organism in probiotics are found in foods we ingest. അതായത് പ്രോബയോട്ടിക്സ് ഓർഗാനിസംസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, ബട്ട് അത് നമ്മുടെ ഗട്ടിൽ നാച്ചുറലി ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ.
അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അതിനെ ഫോളോ ചെയ്തിട്ടാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ, സോറി ആദ്യ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ. ദ ഓർഗാനിസം ഇൻ പ്രോബയോട്ടിക്സ് ആർ ഫൗണ്ട് ഇൻ ഫുഡ്സ്. തീർച്ചയായിട്ടും പ്രോബയോട്ടിക്സ് നമ്മൾ കേട് ഇതൊക്കെ കഴിക്കുന്ന പ്രോബയോട്ടിക്സ് ആണ്. ഇതൊക്കെ അതിനകത്തൊക്കെ ഇഷ്ടംപോലെ ഓർഗാനിസംസ് അവൈലബിൾ ആണ് അല്ലെ, പ്രോബയോട്ടിക്സ് ഓർഗാനിസം അവൈലബിൾ ആണ്, ജനറലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്താണ്, ഓക്കെ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, വേഗം നമ്മൾ ടിക്ക് ചെയ്ത് പോകാൻ ശ്രമിക്കും. ഇല്ല, പക്ഷെ എന്താണ് നമ്മൾ നെഗറ്റീവ് റൂൾ 7 എന്താ പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഫോളോ ചെയ്ത് അടുത്തൊരു സാധനം കൂടി വരുന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്ന് ശരിയായിരിക്കും, മറ്റേത് മേ ബി റോങ് ആയിരിക്കും. അപ്പൊ ഇവിടെയും നിങ്ങൾക്ക് ആ ഇന്റലിജൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ നേരിട്ട് ഓക്കെ ഓർഗാനിസം ഇൻ പ്രോബയോട്ടിക്സ് ആർ ഫൗണ്ട് ഇൻ ഫുഡ്സ്, തീർച്ചയായിട്ടും ശരിയാണ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നത്. ബട്ട് അത് നാച്ചുറലി ഒക്യൂർ ഇൻ ഗട്ട് എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോഴാണ് നിങ്ങൾ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്നുള്ള കണ്ടീഷൻ എടുത്തോളൂ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി അപ്ലൈ ആവുന്നത് ഒരു സ്റ്റേറ്റ്മെന്റിനെ ഒരു ഫോളോയിങ് ആയിട്ട്, അതായത് ഒരേ സ്റ്റേറ്റ്മെന്റിൽ തന്നെ അതിനെ ഫോളോ ചെയ്തിട്ട് അടുത്തൊരു കാര്യം കൂടി വരുന്നുണ്ടെങ്കിൽ ജനറലി റോങ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 77 2023 ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഇൻ ദ കേസ് ഓഫ് ഡിസ്അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ലോക്സഭ ആൻഡ് ദ രാജ്യസഭ there is no joint sitting for money bill. Okay, there is no joint sitting for money bill, but a joint sitting becomes necessary. For finance bill. അപ്പോൾ ഇവിടെ joint sitting become necessary for finance bill. ഇവിടെ നമുക്ക് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന റൂൾ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലെ. ജോയിന്റ് സിറ്റിംഗ്സ്, അതായത് നമുക്ക് ആദ്യ സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാവും അല്ലെ, തീർച്ചയായിട്ടും പൊളിറ്റിക്സ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഇൻ ദ കേസ് ഓഫ് ഡിസ്അഗ്രിമെന്റ്, ഒരു മണി ബില്ലിൽ ഒരു ഡിസ്അഗ്രിമെന്റ് വന്നു കഴിഞ്ഞാൽ ലോകസഭക്കും രാജ്യസഭക്കും കൂടെ ഇരുന്ന് ആലോചിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. അതെല്ലാവർക്കും പൊളിറ്റിക്സ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് അറിയുന്ന കാര്യമാണ്, മണി ബില്ലിൽ ഇല്ല. ബട്ട് ജോയിന്റ് സിറ്റിംഗ് ബിക്കം നെസസറി ഫോർ ഫിനാൻസ് ബിൽ. അവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി. ഓക്കെ, അതൊരു ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ വന്നത്, അവിടെ നമ്മൾ കൺഫ്യൂസ് ആയി. ഓക്കെ, ഇത് വരാൻ സാധ്യതയുണ്ടോ? ഓക്കെ, അവിടെ ജോയിന്റ് സിറ്റിംഗ് ഓക്കെ പോസിബിൾ ആണ്. ഒരു ഫിനാൻസ് ബില്ലിൽ വരുന്ന സമയത്ത് ഒരു ജോയിന്റ് സിറ്റിംഗ്, ഒരു ഡിസഗ്രിമെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ജോയിന്റ് സിറ്റിംഗ് പ്രോബബിലിറ്റി അവിടെ കൂടുതലാണ്. ബട്ട് അത് നെസസറി, അതായത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അവിടെ വന്നു. അതായത് തീർച്ചയായിട്ടും നിങ്ങൾ അത് ഇരിക്കണം എന്ന് പറയുന്ന സിറ്റുവേഷൻസ് നമ്മുടെ ഇതിൽ നൽകിയിട്ടില്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ 2 റൂൾ ഉപയോഗിച്ച് നോക്കില്ലേ. ഒന്ന് ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ജനറലി റോങ് ആണ്. ഓക്കെ, ഓഫ് കോഴ്സ്. പിന്നെ പലപ്പോഴും പൊളിറ്റിക്സ് ക്വസ്റ്റ്യൻസിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു, പൊളിറ്റിക്സ് ക്വസ്റ്റ്യനകത്ത് പലപ്പോഴും പല റൂളുകളും വർക്ക് ആവില്ല. ബട്ട് അത് ഈ സ്റ്റേറ്റ്മെന്റിൽ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റും കൂടിയാണ്. അപ്പൊ 2 റൂളുകൾ അതിനകത്ത് ഒരുമിച്ച് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ 2 റൂളുകൾ നോക്കുക, പിന്നെ കുറച്ച് ലോജിക്ക് ഉപയോഗിച്ച് നോക്കാം. ഒരിക്കലും ഒരു നെസസറി സിറ്റിങ്ങിന് സമ്മതിക്കുമോ? ഇല്ല. മേ ബി പ്രോബബിലിറ്റി ഉണ്ട്, ചാൻസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു ഫിനാൻസ് ബില്ലിൽ ഒരു ഡിസഗ്രിമെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിറ്റിങ്ങിന് ചാൻസ് ഉണ്ട്. ബട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ജോയിന്റ് സിറ്റിംഗ് വേണം എന്ന് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല. ഓക്കെ, അത് ലോജിക്കാണ് കേട്ടോ. അപ്പോൾ പൊളിറ്റിക്സ് പഠിക്കുന്ന സമയത്ത് ഇടുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും ജനറലിസ്റ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പൊളിറ്റി പഠിക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വരുന്നൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം ദ ഡെപ്പോസിറ്റ്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് distributed to their investors is exempted from tax, but the dividend is taxable. അല്ലെ. അപ്പൊ അവിടെ എന്താ പറഞ്ഞത്? ദിസ് ബട്ട് നോട്ട് ദിസ്. അതായത് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വന്നു. സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 എന്താ പറയുന്നത്? ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം ദ ഡെപ്പോസിറ്റ്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് distributed to their investors is exempted from the tax. Okay, exempted from the tax. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നറിയോ? നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കും. ശരിയാണല്ലോ, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, തീർച്ചയായിട്ടും ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണ്. കാരണം പിന്നീട് വരുന്ന സാധനം ഉണ്ടല്ലോ, അതിന്റെ കൂടെ തന്നെ വരുന്നത് ബട്ട് ദ ഡിവിഡൻഡ് ഈസ് ടാക്സബിൾ. വളരെ ചെറിയ 1-2 വേർഡ്സിനെ തീർത്ത് ബട്ട് ഡിവിഡൻഡ് ഈസ് ടാക്സബിൾ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ അതിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കില്ല. ഇവിടെയൊക്കെയാണ് UPSC നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം ക്വസ്റ്റ്യൻ സെറ്റർക്ക് കൊടുത്തിരിക്കുന്ന കുറച്ച് ഇന്റലിജൻസ് ടെസ്റ്റിംഗ് അവർക്ക് നൽകുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസ് അവർ മേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഇന്റലിജൻസ് ആണ് നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇതൊരു എക്കണോമി പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് നോക്കാതെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന സമയത്ത് ഓക്കെ ശരിയാണ്, അപ്പൊ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യും? ഓക്കെ, സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ഈസ് കറക്റ്റ്. ബട്ട് അതിന്റെ ഫോളോവിങ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എന്താണ്? ബട്ട് ദ ഡിവിഡൻഡ് ഈസ് ടാക്സബിൾ. വളരെ സിമ്പിൾ ആയിട്ട് തീർത്തു. നമ്മുടെ കോൺസെൻട്രേഷൻ അവിടെ കുറഞ്ഞു പോകും. പാനിക്കൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ചിന്തിക്കുകയില്ല. ഓക്കെ, ആദ്യ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ശരിയായിട്ട് അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പൊ ആദ്യ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാവുന്ന സമയത്ത് നമുക്ക് എന്താ പറയാം? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്. ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് അതൊരു പ്രത്യേകത ഉണ്ട്. ഇതിലൊന്ന് ഇൻകറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. അവിടെ തന്നെ നമുക്ക് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് കണ്ടെത്തില്ല, അവിടെ തന്നെ നമ്മൾ ഒന്നിനെ എലിമിനേറ്റ് ചെയ്തു.
ഏറ്റവും ബെറ്റർ നിങ്ങൾ ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഓപ്ഷൻസിലേക്ക് നോക്കുന്ന സമയത്ത് ശരിയായ ഓപ്ഷൻസിനേക്കാൾ കൂടുതൽ തെറ്റായ ഓപ്ഷൻസിനെ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ല തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ഓക്കെ അതങ്ങനെ വരില്ല, അത് തെറ്റാണ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അതിലേക്ക് എത്താം. അപ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് ആൻസർ എത്താൻ പറ്റും. ബിക്കോസ് UPSC ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ എലിമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. ആവശ്യമുള്ളത് എടുക്കുക, ആവശ്യമില്ലാത്ത ഒഴിവാക്കുക. ഓക്കെ, ആദ്യ സ്റ്റേറ്റ്മെന്റ് തെറ്റായി. പിന്നെ രണ്ടാമത് ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് 1 and സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ് അല്ലെ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 are കറക്റ്റ്, അതും തെറ്റാണ് അല്ലെ. രണ്ടും കറക്റ്റ് ആണെന്ന് പറയുന്നത്, അതും എലിമിനേറ്റ് ചെയ്ത് കളയാം ഈസി ആയിട്ട്. പിന്നെ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 ആണ് ഇൻകറക്റ്റ് എന്ന് നമുക്കറിയാം, അതും എലിമിനേറ്റ് ചെയ്ത് കളയും. പിന്നെ ആകെ ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താ ചെയ്ത് ആകെ ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഫോളോവിങ് ആയിട്ട് വരുന്നൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ജനറലി റോങ് ആണ് നമുക്ക് റൂൾ അറിയായിരുന്നു. അപ്പം ഇങ്ങോട്ടേക്ക് ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിലാകെ ഒരു ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് 100% സക്സസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ നിങ്ങൾക്ക് ബാലൻസ് ആയിട്ടുണ്ടായിരിക്കും. അത് ഇത്തരം ക്വസ്റ്റ്യൻസിൽ മാത്രം കേട്ടോ. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് മറ്റൊരു സ്റ്റേറ്റ്മെന്റിനെ ഫോളോ ചെയ്യുന്നു, അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത് ആക്ച്വലി. പണ്ടൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് 1 ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. Okay, so next question, quick question. Ballistic missiles are jet propelled at subsonic speeds throughout their flights. Okay, അതുവരെ okay. Ballistic missiles are jet propelled at subsonic speeds throughout their flights. Okay, maybe ശരിയായിരിക്കാം. While cruise missiles are rocket powered only in initial phase of flight. ക്രൂയിസ് മിസൈൽസ് എന്താ ചെയ്യുന്നത്? റോക്കറ്റ് പവേർഡ് ആണ്. എവിടെ? ഓൺലി ഇൻ ദ ഇനീഷ്യൽ ഫേസ്, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം റോക്കറ്റ് പവർ ചെയ്തിരിക്കുന്നതാണ്. അപ്പം അവിടെ വന്നില്ലേ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് വന്നില്ല. ഒരു സ്റ്റേറ്റ്മെന്റിനെ ഫോളോ ചെയ്ത് തന്നെ അടുത്തൊരു സാധനം കൂടി അതിന്റെ കൂടി അറ്റാച്ച് ചെയ്ത് വന്നു. റൂൾ നമ്പർ 7 എന്താണ്? അങ്ങനെ ഫോളോവിങ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് റോങ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അത് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സോ ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നോക്കൂ. അഗ്നി 5 is a medium range supersonic cruise missile while BrahMos is a solid fueled ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. അപ്പൊ അവിടെ ഒരു ഫോളോയിങ് സ്റ്റേറ്റ്മെന്റാണ് വരുന്നത് അല്ലെ. കാരണം ഇതിൽ എന്താണ് മിസ്റ്റേക്സ് വെച്ചാൽ ഇതിൽ ഒന്ന് ശരിയാക്കും മറ്റേ തെറ്റാക്കും. അപ്പൊ നമ്മൾ ജനറലി ശരി കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചാടി നമ്മൾ ആൻസറിലേക്ക് പോകും. ആ സാധനം നിങ്ങൾക്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ UPSC ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് വ്യക്തമായിട്ടൊരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടാണോ ഇറങ്ങുന്നത്. ഒരു UPSC ആസ്പിറന്റിന് അല്ലെങ്കിൽ ഒരു IAS ഓഫീസർക്ക് IPS ഓഫീസർക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വ്യക്തമായിട്ട് അനലൈസ് അതിന്റെ ഈച്ച് ആൻഡ് എവറി കോർണേഴ്സ് പഠിച്ചതിന് ശേഷം മാത്രമേ അതിന് ഇറങ്ങാൻ പാടുള്ളൂ. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസും UPSC തയ്യാറാക്കുന്നത്. നിങ്ങൾ ആദ്യം കണ്ടോ അഗ്നി 5 is a medium range supersonic cruise missile. ശരിയാണ്, വേറെ ഒന്നും നോക്കുന്നില്ല, ശരിയായിട്ട് അങ്ങോട്ട് പോകും. ബാക്കി സ്റ്റേറ്റ്മെന്റ് എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ. ബട്ട് അതിന്റെ താഴെ സ്ഥാനം വന്നിട്ടുണ്ട്. അതായത് ഈച്ച് ആൻഡ് എവരി വേർഡ്സ് വളരെ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, വായിച്ച് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. D neither 1 nor 2 ആണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2019 വന്നിരിക്കുന്നത്. ഇൻ ബോത്ത് ബിലോ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഡെഫിനേഷൻ ഹാവ് ബീൻ ഫ്ലിപ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലിപ്പിംഗ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതൊരു റൂളാണ് ആക്ച്വലി. അപ്പൊ ഇവിടെ നമുക്ക് ഹിസ്റ്ററി ക്വസ്റ്റ്യൻ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയത്. ഓക്കെ, വിത്ത് റെഫറൻസ് ടു മുഗൾ ഇന്ത്യ, വാട്ട് ഈസ് ഓർ ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ജാഗിർദാർ ആൻഡ് ജമീന്ദാർ. ജാഗിർദാറും ജമീന്ദാറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മുഗൾ കാലഘട്ടത്തിൽ എന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. Statement number 1, Jagirdars were holders of land assignments in lieu of judicial and police duties, whereas Zamindars were holders of revenue rights without obligation to perform any duty other than revenue collection. Okay, land assignments to Jagirdars were hereditary and revenue rights of Zamindar were not hereditary. അപ്പോൾ ഇവിടെയും ഒരു ഫോളോവിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. ബട്ട് ഇവിടെ ഒരു നടക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി ആ ഒരു ഡെഫിനിഷൻസ് ഫ്ലിപ്പ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് UPSC. എന്താ ചെയ്തിട്ടുള്ളത്? അപ്പോൾ ജാഗിർദാസ് were the holders of the land assignments in lieu of judicial and police duties, whereas Zamindars were holders of revenue rights without obligation to perform any duty other than revenue collection. ഇവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജാഗിർദാസിന്റെയും സമീന്ദാർസിന്റെയും ഡ്യൂട്ടീസിന് അങ്ങ് ഫ്ലിപ്പ് ചെയ്തു. ജാഗിർദാസ് ചെയ്യേണ്ട ഡ്യൂട്ടീനെ സമീന്ദാർസിന്റെ സ്റ്റേറ്റ്മെന്റ്സിലും സമീന്ദാസ് ചെയ്യേണ്ട ഡ്യൂട്ടീസിന് ജാഗിർദാസിന്റെ ഈ സ്റ്റേറ്റ്മെന്റ്സിലും അങ്ങ് ഫ്ലിപ്പ് ചെയ്യാണ് ചെയ്തിട്ടുണ്ട്. അത് രണ്ട് സ്റ്റേറ്റ്മെന്റിലും അങ്ങ് ഫ്ലിപ്പ് ചെയ്തു. ഓക്കെ, ഒന്നാമത്തെ കാര്യം നമ്മുടെ റൂൾ എന്ന് പറയുന്നത് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അതൊന്നാമത്തെ കാര്യം ഓക്കെയാണ്. രണ്ടാമത്തത് ഇത് ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതും നിങ്ങളെ ഐഡിയൽ കിട്ടും. മേ ബി ചിലപ്പം ഈ ഒരു ക്വസ്റ്റനിൽ നിന്ന് നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റനിലേക്ക് ചിലപ്പം ഒരു വഴി ചിലവ് തെളിഞ്ഞ് കിട്ടാം. ഓക്കെ, പലപ്പോഴും പല ക്വസ്റ്റ്യൻസും മറ്റൊരു ക്വസ്റ്റ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതും UPSC എക്സാമിനേഷനിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റനിൽ നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അടുത്തൊരു UPSC ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും.
ഹിസ്റ്ററി ക്വസ്റ്റൻ തന്നെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന നോളജ് എടുത്തിട്ട് അവിടെ കൊണ്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഫോളോയിങ് ആണ്. അതുപോലെ തന്നെ ഡാറ്റാസ് ഫ്ലിപ്പ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഒബിയസ്ലി ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഡി നെയ്തർ 1 നോട്ട് 2. ഇനി 86 ക്വസ്റ്റ്യൻ വിത്ത് റെഫറൻസ് ടു പൾസ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ബ്ലാക്ക് ഗ്രാം ക്യാൻ ബി കൾട്ടിവേറ്റഡ് ആസ് ബോത്ത് ഖാരിഫ് ആൻഡ് റാബി ക്രോപ്പ്. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ബ്ലാക്ക് ഗ്രാം ക്യാൻ ബി കൾട്ടിവേറ്റഡ് ആസ് ബോത്ത് ഖാരിഫ് ആൻഡ് റാബി ക്രോപ്പ്. പിന്നെ അവിടെയും ഇവിടെ നിങ്ങൾ നോക്കണം, ഇവിടെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. പിന്നെ ഒരു ക്യാൻ ബി, ഇതൊരു റൂളാണ് ആക്ച്വലി. ഓക്കെ, നടക്കാം, അങ്ങനെ ചെയ്യാം, അങ്ങനെ സംഭവിക്കാം, ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമ്മളൊരു ഒരു എക്സ്റ്റൻസീവ് റിസർച്ച് ആവശ്യമായിട്ടില്ലാത്തൊരു കാര്യമാണ്. അതായത് ഇങ്ങനത്തെ ഇതൊരു റൂളും കൂടിയാട്ടോ, ഈ പറയുന്ന ഒരു സാധനം റൂളും കൂടിയാണ്. ക്യാൻ ബി ഒരു പോസിബിൾ ആണ്, അങ്ങനെ ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒബ്വിയസ്ലി 90% റൈറ്റ് ആയിരിക്കും കേട്ടോ. ക്യാൻ ബി, ഷുഡ് ബി, ഓക്കെ, മേ ബി അല്ലെങ്കിൽ മൈറ്റ് ബി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് പരമാവധി ശരിയാവാനാണ് സാധ്യത കൂടുതൽ. ബിക്കോസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഓൺലി കൾട്ടിവേറ്റഡ് ഇൻ ഖാരിഫ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ റോങ് ആയിരിക്കും. ബിക്കോസ് ചിലപ്പം വേറെ ഏതെങ്കിലും സ്ഥലത്ത് റാബി ക്രോപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, റാബി ക്രോപ്പായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെപ്പറ്റിയൊന്നും ചിലപ്പോൾ നമ്മൾ UPSC അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ക്യാൻ ബി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതായത് നടന്നേക്കാം, നടക്കുമായിരിക്കും എന്നൊക്കെ ഒരു ടൈപ്പ് ഓഫ് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും. അപ്പോൾ ഇതിന്റെ നമ്മൾ നെഗറ്റീവ് റൂൾ 7 നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാം. ഗ്രീൻ ഗ്രാം അലോൺ അക്കൗണ്ട്സ് ഫോർ നിയർലി ഹാഫ് ഓഫ് പൾസ് പ്രൊഡക്ഷൻ. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? നമ്മൾ ഒരു റൂൾ നമ്മൾ അപ്ലൈ ചെയ്താണ് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് റൂൾ. എന്താ പറയുന്നത്? ഗ്രീൻ ഗ്രാം അലോൺ അക്കൗണ്ട്സ് ഫോർ നിയർലി ഹാഫ് ഓഫ് പൾസസ് പ്രൊഡക്ഷൻ. ഗ്രീൻ ഗ്രാം ആണ് നമ്മുടെ പൾസസ് പ്രൊഡക്ഷൻസിന്റെ പകുതിയോളം പങ്ക് വഹിക്കുന്നത് ഗ്രീൻ ഗ്രാമിന്റെ കൾട്ടിവേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. ഗ്രീൻ ഗ്രാം മാത്രമാണ് നമ്മുടെ മൊത്തം പൾസ്, ഇന്ത്യയിൽ ഉണ്ടാകുന്ന മൊത്തം പൾസ് പ്രൊഡക്ഷന്റെ പകുതിയോളം ഗ്രീൻ ഗ്രാം ആണെന്ന് പറയുന്ന സമയത്ത് തന്നെ അതൊരു ജനറൽ ടൈപ്പ് എന്ന് ചിന്തിച്ച് നോക്കൂ. ലോജിക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഒരിക്കലും ആയിരിക്കില്ല അല്ലേ. ലോജിക് പ്രകാരം ഗ്രീൻ ഗ്രാം ആണോ നമ്മളെ പൾസസിന്റെ 50% പകുതിയോളം കൊണ്ടുപോകുന്നത്? അല്ല, പകുതിയോളം അങ്ങനെ ആയിരിക്കില്ല. പലപ്പോഴും ചേഞ്ചസ് വരാം, കൃഷിയാണ്, ചേഞ്ചസ് വരാം. ഒന്നാമത്തെ കാര്യം എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. ലോജിക് ഉപയോഗിച്ചൊക്കെ തന്നെ നമുക്ക് ആൻസർ കിട്ടും. സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാന്ന് പറയുമ്പോൾ തന്നെ ഓപ്ഷനിലേക്ക് ഓടിച്ചെന്ന് നോക്കാം. ഓപ്ഷൻ ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ? ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഓൾറെഡി എലിമിനേറ്റ് ചെയ്തല്ലോ. പിന്നെ 1ഉം 1, 2, 3യും കൂടിയേ ബാക്കിയുള്ളൂ. നമ്മൾ ഓപ്ഷൻ 2ലേക്ക് വന്ന് നോക്കുന്നു. അവിടെയും എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് ഓപ്ഷൻ 2 റോങ് ആണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഓപ്ഷൻ 2 റോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിയും സിയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ബാക്കി 1 മാത്രമേ ബാക്കി ഉണ്ടാവും. അല്ലേ, എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടി UPSC അവിടെ നിങ്ങൾ നൽകിയിട്ടുണ്ട്. ഓക്കെ, പിന്നീട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ റൂൾ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കണ്ടേ. ഇൻ ദ ലാസ്റ്റ് 3 decades while the production of Kharif pulses has increased, the production of Rabi pulses has increased. അവിടെയും ഒരു this but not this എന്ന രീതിയിലാണ് വാങ്ങിച്ചുള്ളത്. ഇൻ ദ ലാസ്റ്റ് 3 decades കഴിഞ്ഞൊരു 30 കൊല്ലത്തോളമായിട്ട് എന്താണ് while the production of Kharif pulses has increased. Kharif pulses ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. the production of Rabi pulses has decreased. ഒന്ന് ഇൻക്രീസ് ചെയ്തു, മറ്റേ ഡിക്രീസ് ചെയ്തു. അങ്ങനെ അതൊരു ജനറൽ ടൈപ്പാണ്. അതും ഒരു പൂർണ്ണമായിട്ട് നമുക്കൊരു ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ സാധനങ്ങളൊന്നും പൂർണ്ണമായിട്ട് നമ്മുടെ മൈൻഡിൽ വെക്കാൻ പറ്റില്ല. അത് കൂടിയോ ഇത് കുറഞ്ഞോ എന്നുള്ള കാര്യങ്ങൾ. ദിസ് ബട്ട് നോട്ട് ദിസ് എന്ന രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ തന്നെ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വരികയാണ്. പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. ഓപ്ഷൻ 3 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് ഫൈനൽ ഓപ്ഷൻ A 1 ഓൺലി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നെഗറ്റീവ് റൂൾ 8 ആണ്. ലേക്ക് പോയി നോക്കാം. None of the above nota option in any question has far less chance to be correct. അതായത് ഈ നോട്ട ഓപ്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ എനി ക്വസ്റ്റ്യൻസ് ഹാസ് ഫാർ ലെസ് ചാൻസ് ടു ബി കറക്റ്റ്. അതായത് നൺ ഓഫ് ദ എബോവ് ചാൻസ് വളരെ കുറവാണ് വരാൻ സാധ്യത. ഹെൻസ് ഇഫ് യു ആർ ഇൻ ഡൗട്ട് ബിറ്റ്വീൻ നൺ ഓഫ് ദ എബോവ് ആൻഡ് അതർ ഓപ്ഷൻ ചൂസ് ദ അതർ ഓപ്ഷൻ ടു ബി കറക്റ്റ്. അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ആൻസർ നോക്കുന്നു. ഒരു ആൻസർ നോക്കുന്ന സമയത്ത് നിങ്ങൾ 2 ഓപ്ഷനിലേക്ക് എത്തുകയാണ്. ഓക്കെ, 2 ഓപ്ഷനിലേക്ക് എത്തണം. അതായത് ഒന്നുകിൽ നൺ ഓഫ് ദ എബോവ് അല്ലെങ്കിൽ 2 and 3 ഓൺലി. അങ്ങനെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് വരുവാണെങ്കിൽ നൺ ഓഫ് ദ എബോവ് അങ്ങനെ എലിമിനേറ്റ് ചെയ്തേക്കാം. അത് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നിങ്ങൾ അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. നൺ ഓഫ് ദ എബോവ് ഓപ്ഷൻസ് വളരെ ചാൻസ് കുറവാണ് ശരിയാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് നെഗറ്റീവ് റൂൾ 8 പറയുന്നത്. 2022 നമ്മളെ റൂള് റൈറ്റ് ആയിട്ടുള്ളത് 22ഓളം ക്വസ്റ്റ്യൻസിൽ നമുക്ക് 2023 ഈ റൂള് റൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ റൂൾ ഏകദേശം 6ഓളം ഏരിയാസിൻ്റെ അകത്ത് മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 28ഓളം സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്ക് ഇത് റൂൾ റൈറ്റ് ആയിട്ടുണ്ട്. 78% അതിന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത്. 2022-ലും 2021-ലും 4 സ്ഥലങ്ങളിൽ റൂൾ അപ്ലൈ ചെയ്ത് നോക്കി.
100% സക്സസ് ഉള്ളത്. ആ ക്വസ്റ്റ്യൻസ് നമ്പേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. മറ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ഇതേ റൂളുകൾ പരിശോധിച്ച് വെക്കുക. നിങ്ങൾ ഈ റൂളുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ബുക്കിൽ വ്യക്തമായിട്ട് എഴുതി വെക്കുക. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, 2022 23 ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ തന്നെ നോക്കണമെന്നില്ല. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യനും വായിച്ചു നോക്കുക. എന്നിട്ട് അതിൽ ഏത് റൂൾ അവിടെ അപ്ലൈ ചെയ്ത് പറ്റും നോക്കുക. എന്നിട്ട് ആ റൂൾ അപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ടോ നോക്കുക. അത് നിങ്ങളുടെ എന്താണ് നമ്മുടെ ആൻസർ കീയുമായിട്ട് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക, ശരിയാണോ തെറ്റാണോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ റൂള് ഇവിടെ റൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ റോങ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് നെഗറ്റീവ് റൂൾ 8 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. PYQ 55 ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിത്ത് റെഫറൻസ് ടു ദ റോൾ ഓഫ് ബയോഫിൽറ്റേഴ്സ് in recirculating aquaculture system, consider the following statements. With reference to role of biofilters in recirculating aquaculture system, consider the following statements. അപ്പോൾ റൂൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. റൂൾ എന്താണ്? നൺ ഓഫ് ദി എബോവ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? തെറ്റായിരിക്കാൻ സാധ്യത കൂടുതലാണ് എന്നാണ്. അപ്പോൾ ബയോഫിൽറ്റേഴ്സ് പ്രൊവൈഡ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് ബൈ റിമൂവിങ് അൺഈറ്റൻ ഫിഷ് ഫീഡ്. Okay, biofilters convert ammonia present in fish waste to nitrate. അപ്പോൾ ബയോഫിൽറ്റേഴ്സ് അമോണിയ എന്ത് ചെയ്യും? ഫിഷ് വേസ്റ്റിൽ നിന്ന് കൺവേർട്ട് ദ അമോണിയ പ്രസന്റ് ഇൻ ഫിഷ് വേസ്റ്റ് നൈട്രേറ്റ്. അതായത് ഫിഷ് വേസ്റ്റിനകത്തുള്ള അമോണിയനെ എന്താക്കി നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ബയോഫിൽറ്റേഴ്സ്. പിന്നെ പറയുന്ന തേർഡ് സ്റ്റെപ്പ് എന്താണ്? ബയോഫിൽറ്റേഴ്സ് ഇൻക്രീസ് ഫോസ്ഫറസ് ആസ് ന്യൂട്രിയൻ ഫോർ ഫിഷ് ഇൻ വാട്ടർ. അപ്പോൾ ബയോഫിൽറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യും എന്ത്? ഫോസ്ഫറസിന്റെ അളവ് ഇൻക്രീസ് ചെയ്യും as nutrient for fish in water. അതായത് ഈ ഫോസ്ഫറസ് എന്ന് പറഞ്ഞിരിക്കുന്ന സാധനത്തിന് ഇൻക്രീസ് ചെയ്യും. അത് ആ വെള്ളത്തിലുള്ള മീനുകളുടെ ജീവന് വേണ്ട ഒരു ന്യൂട്രിയന്റ് ആണ്. ഓക്കെ, ഇവിടെ ആക്ച്വലി ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3ഉം നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതൊരു ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റും കൂടിയാണ്. നിങ്ങൾ ലോജിക്ക് അപ്ലൈ നോക്കണം. ഇവിടെ ഇത് ഓപ്പോസിറ്റ്. ബയോഫിൽറ്റേഴ്സ് പ്രൊവൈഡ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് ബൈ റിമൂവിങ് അൺഈറ്റൻ ഫിഷ് ഫീഡ്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? ബയോഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ജലാശയം എടുക്കുന്നു, ആ ജലാശയത്തിൽ ബയോഫിൽറ്റേഴ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫിഷസിന് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സുകൾ, അതായത് ഫിഷസ് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസുകൾ ഈ ബയോഫിൽറ്റേഴ്സ് റിമൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 3 നോക്കൂ. ഇതേ ബയോഫിൽറ്റേഴ്സ് എന്താ പറയുന്നത്? ഫിഷസിന് ആവശ്യമായിട്ടുള്ള ഫോസ്ഫറസ്, അതായത് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആക്ച്വലി രണ്ട് സ്റ്റേറ്റ്മെന്റ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും റോങ് അല്ലേ? ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സുകളാണ് അല്ലെ? ഒന്ന് ഫിഷസിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കൊടുക്കുമെന്ന് പറയുന്നു, അടുത്ത സ്റ്റേറ്റ്മെന്റ് ഫിഷിന് ആവശ്യമുള്ള ഫുഡ് അവിടെ നിന്ന് എടുത്ത് മരുന്ന് പറയുന്നു. അപ്പൊ എന്തായാലും ലോജിക്ക് പ്രയോഗിച്ചാൽ തന്നെ മനസ്സിലാക്കും അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആകുന്ന സമയത്ത് പരിശോധിച്ച് നോക്കാം. ഒന്ന് റോങ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി രണ്ടെണ്ണം എന്തായാലും ഏകദേശം ശരിയായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ബാക്കി ഓൺലി 2 ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ റൂൾ വന്നിരിക്കുന്നത് നൺ ഓഫ് ദി എബോവ് ഒരിക്കലും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ആ റൂൾ മാത്രം അപ്ലൈ ചെയ്ത് നോക്കി. ആ റൂൾ ശരിയാണ്. നൺ ഓഫ് ദി എബോവ് ഇവിടെ ശരിയായിരുന്നില്ല. പക്ഷെ ബാക്കി 3ൽ നിന്ന് നിങ്ങൾ ആൻസറിലേക്ക് എത്തണം. 3ൽ നിന്ന് നിങ്ങൾക്ക് ആൻസറിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതിൽ ഒന്നല്ലേ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഓൺലി 1, ഓൺലി 2, ഓൾ 3 എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഓൾ 3 എന്ന് പറഞ്ഞിട്ടുള്ളത് ഓൾറെഡി രണ്ടും കോൺട്രവേഴ്ഷ്യൽ ആണ് അല്ലേ? അപ്പോൾ ഓൾ 3 നമുക്ക് ഒഴിവാക്കാം. ഇത് ഞാൻ ലോജിക്കായിട്ട് പറയുന്നത്, റൂളല്ല, ലോജിക്കായിട്ട് പറയുന്നതാണ്. രണ്ടും കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പം ഓൾ 3 എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടി ഒഴിവാക്കാം. കാരണം ആ രണ്ടിൽ ഏതോ ഒന്ന് മാത്രമേ ശരിയുള്ളൂ അല്ലേ? അപ്പൊ രണ്ടിൽ ഒന്ന് മാത്രമേ ശരിയുള്ളൂ. അപ്പം എന്തായാലും ബാക്കിയുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സുകൾ മേ ബി റൈറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓൺലി 2 എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിലേക്ക് എത്തി നോക്കാം. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക, ലോജിക്ക് വെച്ച് അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, then question number 14, consider the following statements. The Constitution of India classifies. വീണ്ടും വന്നു Constitution of India classifies the ministers into 4 ranks: cabinet minister, minister of state, which independent charge, ministers of state and deputy minister. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്ലാസിഫൈസ് ഡിഫൈൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ കാര്യം റോങ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആർ കറക്റ്റ്, ഏതാണ് കറക്റ്റ് എന്നുള്ള കേസാണ്. നെയ്തർ 1 nor 2 നോട്ട് ആ റൂളാണ്. നൺ ഓഫ് ദി എബോവ് എന്ന റൂള് അതിവിടെ അപ്ലൈ ചെയ്ത് നോക്കുക. നൺ ഓഫ് ദി എബോവ് നമുക്ക് എലിമിനേറ്റ് കളയാം. ആ ഒരു ഓപ്ഷൻ അല്ല. പിന്നീട് നമുക്ക് 3 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ തെറ്റാണെന്ന് കണ്ടെത്തി, ബിക്കോസ് എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്ലാസിഫൈസ്. അപ്പോൾ നമുക്ക് ഇത് ഒഴിവാക്കാം, ബോത്ത് 1 and 2 ഒഴിവാക്കാം. പിന്നെ ബാക്കി വരുന്ന ഒരേ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 മാത്രമായിരിക്കും. ഓക്കെ, പിന്നീട് സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 നോക്ക്. ദ ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദ യൂണിയൻ ഗവൺമെന്റ് ഇൻക്ലൂഡിംഗ് ദ പ്രൈം മിനിസ്റ്റർ ഷാൽ നോട്ട് എക്സീഡ് 50% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ലോക്സഭ. ഓക്കെ, ബേസിക് നോളജ് വെച്ചാൽ മാത്രം മതി. പിന്നെ ഇവിടെ വേറെ കാര്യമുണ്ട്, നമ്മൾ എക്സാക്ട് ഡാറ്റ ഈസ് റോങ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എക്സാക്ട് ഡാറ്റ എന്ന് പറയുന്നത് സ്കീംസിലും കാര്യങ്ങളിലൊക്കെ മാത്രം ഫോക്കസ് ചെയ്യുക. ഒരിക്കലും
ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എക്സാക്ട് ഡാറ്റ റോങ് ആണെന്ന് കണ്ടീഷൻ തരുന്നത്. ബിക്കോസ് അതൊക്കെ ആക്ച്വൽ ഡാറ്റാസ് ആയിരിക്കും തരുന്നത്. ഓക്കെ, അതായത് ഒരിക്കലും ഇപ്പോൾ 30% എന്താണ് വിജയ ശതമാനം ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ഭരണം കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നത് എക്സാക്ട് ഡാറ്റാസ് ആയിരിക്കും അല്ലെ. അതൊരു ബേസിക് പൊളിറ്റി നോളജ് ആണ്. അവിടെ ഓക്കെ എക്സാക്ട് ഡാറ്റ 15% വന്നു, അപ്പൊ തന്നെ ഓക്കെ വേറെ നോക്കില്ല 5% നമുക്ക് എക്സാക്ട് ഡാറ്റ വന്നു, സോ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് എന്ന് പറഞ്ഞ് കുത്തിപ്പോരുത്. പൊളിറ്റി ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, ഇനി 42nd ക്വസ്റ്റ്യൻസ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. The Montagu-Chelmsford reforms of 1990 recommended granting voting rights to all the women above the age of 21. അപ്പോൾ Montagu-Chelmsford reforms എന്ന് പറഞ്ഞിരിക്കുന്നത് വോട്ടിംഗ് റൈറ്റ്സ്, അതായത് ഓൾ ദ വുമൻസ് 21 വയസ്സിന് മുകളിലുള്ള എല്ലാ വുമൻസിനും വോട്ടിംഗ് റൈറ്റ് നൽകണമെന്നാണ് മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എക്സ്ട്രീം വേർഡാണ്, അതായത് എല്ലാ സ്ത്രീകൾക്കും നൽകണം എന്ന് പറയുന്ന എക്സ്ട്രീം വേർഡാണ്. രണ്ടാമത്തെ കാര്യം എക്സാക്ട് ഡാറ്റ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പം മേ ബി ലൈക്ലി ടു ബി റോങ് ആയിരിക്കും. നോട്ടാ റോൾ എന്തായിരുന്നു? നോട്ടാ റോള് നൺ ഓഫ് ദ എബോവ് എന്താണ് നമുക്ക് വേണ്ടി തെളിയാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒഴിവാക്കുന്നു. ഓക്കെ, പൊളിറ്റി ക്വസ്റ്റ്യൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഹിസ്റ്ററി ക്വസ്റ്റ്യൻ വരുന്ന സമയത്തോ നോക്കിയിട്ട് മാത്രം ചെയ്യട്ടോ. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ഹാസ് ഗിവൺ വുമൺ റിസർവ്ഡ് സീറ്റ്സ് ഇൻ ലെജിസ്ലേച്ചർ. ലോജിക്ക് ചിന്തിച്ച് നോക്കിയാൽ മതി. മൊണ്ടേഗു-ചെംസ്ഫോർഡ് പോലത്തെ റിഫോംസ് ഒക്കെ വരുന്ന 1990s കാലഘട്ടത്തിലാണ്. അവിടെ എല്ലാ സ്ത്രീകൾക്കും വോട്ടിംഗ് റൈറ്റ്സ് ഒക്കെ കൊടുക്കാൻ സാധ്യത ഉണ്ടാവും അല്ലെ. ബ്രിട്ടീഷുകാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പൊ എത്രത്തോളം അവർ ക്രൂശിക്കപ്പെടാൻ അവർ അനുവദിച്ചു കൊടുക്കും അത്രത്തോളം അവർ ചെയ്യും. അപ്പൊ ഇവിടെ നോട്ട മീൻസ് നൺ ഓഫ് ദ എബോവ്, ആ ഒരു റൂള് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കി. ബട്ട് ഇവിടെയൊക്കെ ലൈക്ലി ടു ബി റോങ് ആവാനുള്ള ചാൻസ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് അതൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്തു നോക്കാം. പക്ഷെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പം നമ്മൾ രണ്ടാം സ്റ്റേറ്റ്മെന്റ്സിലേക്ക് നോക്കുക. അവിടെയും ഒരു ജേർണലിസ്റ്റിക് ടൈപ്പ് ഓഫ് പാറ്റേൺ അല്ലേ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ഗേവ് വുമൺ റിസർവ്ഡ് സീറ്റ്സ് ഇൻ ലെജിസ്ലേച്ചർ. അതൊരു ജനറൽ ടൈപ്പ് ഓഫ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ 2ലേക്ക് നിങ്ങൾക്ക് പോവാം. 2022 അടുത്തൊരു ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു എക്സ്പെൻഡിച്ചേഴ്സ് മെയ്ഡ് ബൈ എൻ ഓർഗനൈസേഷൻ ഓർ കമ്പനി വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ കറക്റ്റ്? ഓക്കെ, സോ വിത്ത് റെഫറൻസ് ടു എക്സ്പെൻഡിച്ചർ മെയ്ഡ് ബൈ എൻ ഓർഗനൈസേഷൻ ഓർ എ കമ്പനി. ഒരു എക്സ്പെൻഡിച്ചർ ഒരു കമ്പനി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് താഴത്ത് നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് റൈറ്റ് എന്നുള്ള കാര്യങ്ങൾ. അക്വയറിംഗ് ന്യൂ ടെക്നോളജി ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് പുതിയ ടെക്നോളജി അക്വയർ ചെയ്യുന്നത് എന്താണ്? അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതൊക്കെ ശരിക്കും ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ. നമ്മളെവിടെയും പഠിച്ചിട്ട് കിട്ടുന്ന കാര്യമല്ലോ അല്ലെ. നമ്മൾ നോർമലി ഒരു കമ്പനി നമ്മൾ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾ UPSC 90% നിങ്ങൾ ആൻസറിലേക്ക് എത്തും. 24 മണിക്കൂർ പുസ്തകത്തിനകത്ത് മാത്രം ഇരിക്കുന്നില്ല, പുറത്തുള്ള കാര്യം കൂടെ അറിയുന്നത് UPSC എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് കേട്ടോ. ഇവിടെ രണ്ടാം സ്റ്റേറ്റ്മെന്റ് ഡെപ്റ്റ് ഫിനാൻസിംഗ് ഈസ് കൺസിഡർഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് വൈൽ ഇക്വിറ്റി ഫിനാൻസിംഗ് ഈസ് കൺസിഡർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അവിടെ നമ്മൾ ദിസ് ഓർ ദാറ്റ് എന്ന സാധനം വന്നു അല്ലെ. ഡെപ്റ്റ് ഫിനാൻസിംഗ് ഈസ് കൺസിഡർഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വൈൽ ഇക്വിറ്റി ഫിനാൻസിംഗ് ഈസ് കൺസിഡർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ചിലപ്പോൾ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിൽ ദിസ് ഓർ ദാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓപ്ഷൻ 2 അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ നോട്ടാ റൂൾ എന്തായിരുന്നു പറഞ്ഞത്? നൺ ഓഫ് ദ എബോവ് തെറ്റാവാം. ഓക്കെ, പിന്നെ ഓപ്ഷൻ 2 ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾ ബോട്ട് 1 and 2 ഒഴിവാക്കാം. 2 ഒഴിവാക്കാം. നോട്ടാ റൂൾ പ്രകാരം നെയ്തർ 1 nor 2 ഒഴിവാക്കാം. പിന്നീട് ആകെ ബാക്കിയുള്ളത് ഓപ്ഷൻ 1 ഓൺലി ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യനിലേക്ക് എത്താം. നെഗറ്റീവ് റൂൾ 9ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് വെരി സ്യൂട്ടബിൾ ഫോർ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ദ ബെനിഫിഷ്യറി ഓഫ് സ്കീം ആൻഡ് ഇനീഷ്യേറ്റീവ്. അപ്പം അതായത് ഒരു ഇനീഷ്യേറ്റീവോ ഒരു സ്കീമോ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദിസ് സ്കീം ഓർ ദിസ് ഇനീഷ്യേറ്റീവ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ റൂൾ അപ്ലൈ ചെയ്യാം. സോ എന്താണ് റൂൾ പറയുന്നത്? ഇൻ ഷോർട്ട്, സ്റ്റേറ്റ്മെന്റ് വിച്ച് സ്റ്റേറ്റ്സ് ദ എലിജിബിൾ ബെനിഫിഷ്യറി ഓഫ് എ സർട്ടൻ പ്രോഗ്രാം, സ്കീം, etc. very wide are more likely to be wrong. Consider them to be wrong. Okay, explanation. If a statement of question states that scheme 1 aims to benefit too many different groups, then such statement is generally wrong. For example, when statement about scheme 1 declare large number of dominion group as beneficiary, they are more likely to be wrong. അതായത് wrong ആവാൻ സാധ്യത കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സ്കീം എന്ന് പറഞ്ഞിരിക്കുന്നത് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ഈ ഒരു വിഭാഗത്തിനാണ് എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ലൈക്ലി ടു ബി റോങ് ആണ് സാധ്യത വളരെ കൂടുതലാണ്. നെഗറ്റീവ് റൂൾ 9 പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോയി നോക്കാം. 90ാമത്തെ ക്വസ്റ്റ്യൻ, 2090ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Recently, all the countries of the United Nations have adopted the first ever compact for international migration, the Global Compact for Safe, Orderly and Regular Migration. Recently, all of the
So all the countries of the United Nations, recently all the countries of the United Nations have adopted the first ever compact for international migration. Okay. അവിടെ നമുക്ക് നമ്മുടെ റൂൾ അപ്ലൈ ചെയ്ത് നോക്കിയതല്ലേ, എക്സ്ട്രീം സ്റ്റേറ്റ് ഫസ്റ്റ് എവർ ആദ്യമായിട്ട് ഓൾ ഓഫ് ദ കൺട്രി എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ എല്ലാ കൺട്രീസും ഒന്നും ഒരിക്കലും ഒരു കാര്യത്തിനും ഇന്റർനാഷണൽ കാര്യങ്ങൾ വരുന്ന സമയത്ത് അംഗീകരിക്കില്ല. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്കത് ഒഴിവാക്കാം. പിന്നീട് എന്താണ് സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 നോക്കാം. ദ ഒബ്ജക്റ്റീവ് ആൻഡ് കമ്മിറ്റ്മെന്റ്സ് stated in the GCM are binding on the UN member countries. The objectives and commitments stated in the GCM are binding on the UN member countries. അവിടെ വീണ്ടും ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ, ബൈൻഡിങ് എല്ലാവരും അംഗീകരിച്ചേ പറ്റുന്ന കേസിലാണ്. അവിടെയും എന്തായാലും സമ്മതിക്കില്ല ബൈൻഡിങ് എന്നുള്ള കണ്ടീഷൻസിലൊക്കെ പറയുന്ന സമയത്ത്. അത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ 2 നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. Then the GCM addresses, okay, okay, the GCM addresses internal migration or internally displaced peoples also in its objectives and commitments. അപ്പോൾ അവിടെ ബെനിഫിഷ്യറിയെ പറ്റിയല്ലേ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ദ GCM addresses internal migration or internally displaced people, അതായത് ബെനിഫിഷ്യറിനെയാണ് പറയുന്നത്, ഇന്ന ആളുകളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇന്ന വിഭാഗത്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബെനിഫിഷ്യറി റൂൾ വന്നു കഴിഞ്ഞാൽ ലൈക്ലി ടു ബി റോങ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്ഷൻ 3 നമുക്ക് റോങ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 3 ഓപ്ഷൻസും നമ്മൾ എല്ലാ റൂളുകളും അപ്ലൈ ചെയ്ത് നോക്കി, 3ഉം തെറ്റാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ആൻസർ കീയിലേക്ക് നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ് ആണ് ഇവിടെ റൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും നമ്മൾ നോട്ടാ റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവിടെ അപ്ലൈ ആവില്ല എന്നുള്ള കണ്ടീഷൻസ് അല്ലേ. സോ നൺ ഓഫ് ദ എബോവ് വരുന്നതിന് മുന്നേ ബാക്കി സ്റ്റേറ്റ്മെന്റ്സുകളും കൂടി നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഒന്നിങ്ങോട്ടേക്ക് വരിക, നൺ ഓഫ് ദ എബോവ് റൈറ്റ് ആവോ ഇല്ലോ എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, 2021 ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഇന്ത്യ ദ സെൻട്രൽ ബാങ്ക്സ് ഫങ്ഷൻസ് ആസ് ദ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ഇവിടെ സെൻട്രൽ ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. യൂഷ്വലി റെഫേഴ്സ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഓപ്ഷൻ നോക്കാം. ലെൻഡിങ് ടു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ബോഡീസ്. അവിടെ എന്താണ് ഒരു ബെനിഫിഷ്യറിനല്ലേ പറ്റി പറയുന്നത്, ലെൻഡിങ് ടു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ബോഡീസ്. അത് ഈ ഒരു ബെനിഫിഷ്യറി ഭയങ്കര വൈഡാണ്. അത് കാര്യം അത്രയും വൈഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് ലോജിക്ക് ചിന്തിച്ച് നോക്കാം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് സെൻട്രൽ ബാങ്ക് അതായത് RBI എന്ന് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ലെൻഡർ ആണ്, ലാസ്റ്റ് റിസോർട്ട് ഓഫ് ലെൻഡർ, അതായത് പണം കടക്കുന്ന ലാസ്റ്റ് ആളാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 പറയുന്നത് ലെൻഡിങ് ടു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ബോഡീസ് വെൻ ദേ ഫെയിൽ ടു ബോറോ ഫ്രം അതർ സോഴ്സസ്. അതായത് നമ്മുടെ സെൻട്രൽ ബാങ്ക് അതായത് RBI എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസിന് എന്ത് കൊടുക്കും, പൈസ കടം കൊടുക്കും. ഏത് സമയത്ത് അവർക്ക് മറ്റ് സോഴ്സുകളിൽ നിന്നും കടമെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ RBI കടം കൊടുക്കും എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്ത് എത്രത്തോളം ട്രേഡ്സ് ഉണ്ട്, എത്രത്തോളം ഇൻഡസ്ട്രി ബോഡീസ് ഉണ്ട്, എല്ലാത്തിനും കടം കൊടുക്കാനുള്ള പൈസ രാജ്യത്ത് RBIന്റെ കയ്യിൽ ഉണ്ടാവുമോ? അതാണ് ബെനിഫിഷ്യറീസ് ഭയങ്കര വൈഡാണ്, അത്രയും ആളുകളിലേക്കൊന്നും നമുക്ക് എത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഓപ്ഷൻസ് 1 നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. അപ്പം തന്നെ നമ്മൾ ഓപ്ഷൻസ് 1 എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ A നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ ഓപ്ഷൻ 2 ഓൺലി, 2 and 3 ഓൺലി, 3 ഓൺലി, ഇതിലേതെങ്കിലും 2 സ്റ്റേറ്റ്മെന്റ്സുകൾ നമുക്ക് നോക്കണം. Providing liquidity to the banks having temporary crisis, lending to government to finance budgetary deficits. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 25% നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി 75% നിന്ന് ബാക്കി നമ്മുടെ ആൻസറിലേക്ക് എത്തണം. അതിൽ നിങ്ങളുടെ ബേസിക് നോളജും കൂടി പ്രയോഗിച്ച് നോക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ നെഗറ്റീവ് റൂൾ 10 പറഞ്ഞിരിക്കുന്ന ഫ്ലിപ്പഡ് ഓർ ഡെഫിനിഷൻ ഫാക്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ, നേരത്തെ കണ്ടൊരു ക്വസ്റ്റ്യൻ. അവിടെ എന്താ പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ ടൈം UPSC ഫ്ലിപ്പ് ദ ഡെഫിനിഷൻ ഓഫ് കോൺസെപ്റ്റ്. അതായത് ഈ ഒരാളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ മറ്റൊന്നുമായിട്ട് അങ്ങ് ഫ്ലിപ്പ് ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കൺഫ്യൂസ് ആവും, ഇതായിരുന്നു അത് എന്നുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ എത്തും. കാരണം രണ്ടും അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ ഉണ്ടായിരിക്കും. or they change the facts to confuse the aspect. നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. Be extra conscious, mark those type statements wrong. അങ്ങനെ ഡെഫിനേഷൻസ് ഫ്ലിപ്പ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് റോങ് ആയിരിക്കും. Whenever there is a comparison between two somewhat related things, such statements are generally wrong. The reason can be that examiner flips the facts definition between each other. ഫാക്റ്റുകൾ ഫ്ലിപ്പ് ചെയ്യും. അവിടെ ഫ്ലിപ്പ് ചെയ്തിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് 2023 ക്വസ്റ്റ്യൻ. കൺസിഡർ the following statements in respect of the 44th chess olympiad. ചെസ് ഒളിമ്പ്യാഡ് 2022 ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ചെസ് ഒളിമ്പ്യാഡ് വാസ് ഹെൽഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞ സമയത്ത് ഒരു എക്സാക്ട് ഡാറ്റയാണ് അല്ലേ, ആദ്യമായിട്ട് എന്ന കണ്ടീഷൻസ് വരെയാണ്. ഫസ്റ്റ് ടൈം ഒരു എക്സാക്ട് ഡാറ്റയാണ്. ദ ഒഫീഷ്യൽ മസ്കറ്റ് വാസ് നെയ്മഡ് തമ്പി.
ഒഫീഷ്യൽ മസ്കോട്ട് വാസ് നെയ്മഡ് തമ്പി. അതും എക്സാക്ട് ഡാറ്റ. ഇതാണെന്ന് പറഞ്ഞ എക്സാക്ട് ഡാറ്റ നൽകിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദ ട്രോഫി ഫോർ ദ വിന്നിംഗ് ടീം ഈസ് ഇൻ ദ ഓപ്പൺ സെക്ഷൻ ഈസ് ദ വെറ മെൻചിക് കപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വരുന്നു. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാല് ഇവിടെ ഫ്ലിപ്പിയാണ് ചെയ്തിട്ടുള്ളത്. ദ ട്രോഫി ഫോർ വിന്നിംഗ് ടീം ഇൻ ദ വുമൺ സെക്ഷൻ ഈസ് ദ ഹാമിൽട്ടൺ റസൽ കപ്പ്. അപ്പം ഈ രണ്ട് കപ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാസ് ഫ്ലിപ്പിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സുകൾ ഒരു എക്സാക്ട് ഡാറ്റകളാണ് പ്രൊവൈഡ് ചെയ്ത് നൽകിയിട്ടുള്ളത്. ഓക്കെ, അതിലൊന്നും തെറ്റ് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അത് രണ്ടും ഒഴിവാക്കി. പക്ഷെ ബാക്കി വന്നിരിക്കുന്ന 3ഉം 4ഉം ക്വസ്റ്റ്യൻസ് ഫ്ലിപ്പ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് 3, 4 എഴുതി തരാം, പിന്നെ ബാക്കി 1, 2 മാത്രമേ ഉണ്ടാവും. അപ്പൊ മെജോറിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ അത് ഫ്ലിപ്പ് ചെയ്യും. 90% UPSC ഇത് ഫ്ലിപ്പ് ചെയ്ത് നമ്മൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. നമ്മൾ ഈ റൂൾ 10 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 3ഉം 4ഉം ഈസി ആയിട്ട് എഴുതി, പിന്നെ ബാക്കി 1ഉം 2ഉം മാത്രമേ ബാക്കിയുള്ളൂ. സോ ഓപ്ഷൻ പി ആയിരിക്കും, ഓൺലി 2 ആയിരിക്കും റൈറ്റ് ആൻസർ. 19th ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് അവിടെ വീണ്ടും വന്നിരിക്കുകയാണ് എന്താണ്, ഓഗ്മെന്റഡ് റിയാലിറ്റി എ സിമുലേറ്റഡ് എൻവയോൺമെന്റ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഫിസിക്കൽ വേൾഡ് ഈസ് കംപ്ലീറ്റ്ലി ഷട്ട് ഔട്ട്. ഇവിടെ ഈ ഇത്തരം ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡെഫിനിഷൻസ് അങ്ങ് ഫ്ലിപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സുകൾ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സുകൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. In augmented reality, a simulated environment is created and the physical world is completely shut out. In augmented reality. But in virtual reality, images generated from the computer areas projected on the real life object or surroundings. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിർച്വൽ റിയാലിറ്റിയുടെ ഡെഫിനേഷൻ എടുത്തിട്ട് ഓഗ്മെന്റ് റിയാലിറ്റി കൊടുത്തു, ഓഗ്മെന്റ് റിയാലിറ്റിന്റെ ഡെഫിനേഷൻ എടുത്തിട്ട് വിർച്വൽ റിയാലിറ്റിയും കൊടുത്തു. അപ്പോൾ തന്നെ നമുക്ക് എന്താണ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സിന്റെ ഡെഫിനേഷൻ കൂടി മാറിയോണ്ട് ഇത് രണ്ടും തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. 1, 2 തെറ്റാണ്, പിന്നെ 3, 4 മാത്രമേ ബാക്കിയുള്ളൂ. സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോയി നോക്കുക. പിന്നീട് അത് തെറ്റിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, കാരണം മോർ ദാൻ 4 സ്റ്റേറ്റ്മെന്റ്സ് നേരത്തെ പറഞ്ഞിരിക്കുന്ന റൂളുകളൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം മെജോറിറ്റി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മാത്രമേ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുള്ളൂ. ബാക്കി സ്റ്റേറ്റ്മെന്റുകൾ പലപ്പോഴും UPSC റൈറ്റ് ആയിട്ട് തരാനുള്ളത് 3 and 4 ആയിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, 14th ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻസ് വ്യക്തമായിട്ട് വായിച്ചു നോക്കാൻ നമുക്ക് സാധിക്കില്ല, കാരണം കുറച്ച് അതിന്റെ ക്ലാരിറ്റി കുറച്ച് കുറവാണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 2023 വന്നിരിക്കുന്ന 14th ക്വസ്റ്റ്യൻ ആണ്. സോ നെക്സ്റ്റ് റൂളിലേക്ക് നമുക്ക് പോവാം. നെഗറ്റീവ് റൂൾ 11. അങ്ങനെ ഏകദേശം 16 റൂളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത് തീർക്കുന്നത്. പോസിറ്റീവ് റൂൾസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നെഗറ്റീവ് റൂൾ 11 പറഞ്ഞിട്ട് എന്താണ്, ഇഫ് എനി സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ has is continuously steadily rising, decreasing, increasing exact number of years, mark such statements to be wrong until you know 100% otherwise. അതായത് ഇപ്പൊ സ്റ്റെഡ്ലി ഇൻക്രീസിങ്, സ്റ്റെഡ്ലി ഡിക്രീസിങ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് റോങ് ആയിരിക്കുന്ന സാധ്യത വളരെ കൂടുതലാണ്. ഇല്ല, നിങ്ങൾക്കത് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റൂൾ കൊണ്ട് അവിടെ അപ്ലൈ ചെയ്യരുത്. ഓക്കെ, റൂൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ. ഇപ്പം ഫോർ എക്സാമ്പിൾ ട്രേഡിംഗ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് UK ഈ സ്റ്റെഡ്ലി ഇൻക്രീസിങ്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കണ്ടീഷൻസ്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നിങ്ങൾ ഉറപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശരിയായിട്ട് പൊക്കോളൂ. ബട്ട് നമ്മൾ റൂൾ പറയുന്നത് അങ്ങനെ സ്റ്റെഡ്ലി ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ റോങ് ആയിരിക്കണം സാധ്യത കൂടുതൽ എന്ന് പറയുന്നത്. 58th ക്വസ്റ്റ്യൻ നോക്കൂ, 2020. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ എക്കണോമി ആഫ്റ്റർ ദ 1991 economic liberation, consider the following statements. Worker productivity, rupee per worker at 2004 and 5 prices increased in urban areas while it decreased in rural areas. അപ്പോൾ അവിടെ വീണ്ടും ഈ വർഷം ആ വർഷം എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല, എക്സാക്ട് നമ്പർ ഓഫ് ഇയേഴ്സും കൂടി അവർ മെൻഷൻ ചെയ്തു. എക്സാക്ട് നമ്പർ ഓഫ് ഇയേഴ്സും വന്നിട്ടുണ്ട്. 2004, 2005 കാലഘട്ടങ്ങളിൽ റുപ്പി പെർ വർക്കർ. ഈ സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ലി ടു ബി റോങ് ആവാൻ സാധ്യതയാണ്. ഇപ്പോൾ 1 റോങ് ആണെങ്കിൽ നേരിട്ട് ആൻസറിലേക്ക് പോയാൽ D റോങ് ആണ്, A റോങ് ആണ്, പിന്നെ 3, 4, 3 ഓൺലി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കാം. ദ പെർസെൻറ്റേജ് ഷെയർ ഓഫ് റൂറൽ ഏരിയ ഇൻ ദ വർക്ക് ഫോഴ്സ് സ്റ്റെഡ്ലി ഇൻക്രീസ്. അവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് വന്നല്ലേ, സ്റ്റെഡ്ലി ഇൻക്രീസ്ഡ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റും ആക്ച്വലി റോങ് ആണ്. അപ്പോൾ സ്റ്റെഡ്ലി ഇൻക്രീസിങ് അല്ലെ സ്റ്റെഡ്ലി ഡിക്രീസിങ് എന്ന സാധനം വന്നു. അപ്പം അത് റോങ് ആയതുകൊണ്ട് നമ്മൾ വേറെ അങ്ങോട്ട് പോകേണ്ട Aയും Bയും തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് 3 and 4ഉം 3 ഓൺലി മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ 4 സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരുന്ന ഒരു സ്ഥലങ്ങളിൽ മെജോറിറ്റി ശരിയാവാൻ സാധ്യത 2 സ്റ്റേറ്റ്മെന്റാണ്. 4 സ്റ്റേറ്റ്മെന്റ്സുകൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി അതിൽ 2 സ്റ്റേറ്റ്മെന്റ്സുകൾ ശരിയാവും, 2 സ്റ്റേറ്റ്മെന്റ്സുകൾ തെറ്റാവാൻ സാധ്യത. അതിൽ ഒന്ന് മാത്രം ശരിയാവുന്ന കണ്ടീഷൻസ് ഒക്കെ വളരെ സാധ്യത കുറവാണ്. ഓക്കെ, സോ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് പറയുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് ജസ്റ്റ് വായിച്ചു നോക്കാം. ദെൻ 2020 ക്വസ്റ്റ്യൻസ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. The value of Indo-Sri Lanka trade has consistently increased. വീണ്ടും നമ്മുടെ എന്താണ് നെഗറ്റീവ് റൂൾ 11 അപ്ലൈ ചെയ്ത് നോക്കും. കൺസ്റ്റന്റ്ലി ഇൻക്രീസ്ഡ്.
ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് ലാസ്റ്റ് ഡീക്കേഡ്, അതായത് വർഷം വന്നു കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ഈസ് റോങ്. ലോജിക് അപ്ലൈ ചെയ്ത് നോക്കിയാലും മതി. ഇന്ത്യ ശ്രീലങ്ക ട്രേഡ് ഇൻക്രീസ് ചെയ്യോ ഇല്ലയോ, ശ്രീലങ്കക്ക് അത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ട്രേഡ് ചെയ്യാനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കാം. Then in the last 5 years Nepal has been largest trading partner of India in South Asia. ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയൊരു ക്വസ്റ്റൻ ആണ്, ഇന്നലത്തെ സെഷനിൽ നോക്കിയൊരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ. നേപ്പാളുമായിട്ട് നമ്മൾ എന്ത് ട്രേഡിംഗ് ആണ് ചെയ്യാനുള്ളത് ഇതിന് മാത്രം അല്ലേ, അതൊന്നും ആലോചിക്കുക. ലോജിക് അപ്ലൈ ചെയ്ത് നോക്കും, നേപ്പാളിൽ നമ്മൾ എന്താ ട്രേഡ് ചെയ്യാനുള്ള ഇത്രത്തോളം കാര്യങ്ങൾ അവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ടോ ഇല്ല. സൗത്ത് ഏഷ്യയിൽ നമ്മുടെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ ഇന്ത്യയുമായിട്ട് നേപ്പാൾ എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ലോജിക് അപ്ലൈ ചെയ്ത് നോക്കുക, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 and 3 ഒഴിവാക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ നോക്കൂ, ഇതൊഴിവായി പിന്നെ ബാക്കിയായി 2 മാത്രമേ ബാക്കിയുള്ളൂ. സോ 2 will be the right answer. ഓക്കെ, അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ്സുകൾ വരുന്നതിൻ്റെ അകത്ത് മെജോറിറ്റി വൺ ഓൺലി മീൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയാൻ സാധ്യതയുള്ളൂ. 4 സ്റ്റേറ്റ്മെന്റ്സ് വരുന്നതാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി അവിടെ 2 സ്റ്റേറ്റ്മെന്റ്സ് റോങ് ആയിരിക്കും, 2 സ്റ്റേറ്റ്മെന്റ്സ് ശരിയായിരിക്കും. ഇതൊരു ജനറൽ പാറ്റേൺ ആണ്, UPSC ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാ സമയത്തും വർക്ക് ചെയ്യുന്നില്ല, ബട്ട് ഇതൊന്ന് വർക്ക് ചെയ്യുന്ന കാര്യം. 3 സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ടെങ്കിൽ അത് 2 റോങ് ആയിരിക്കും, അതിലൊന്ന് മെജോറിറ്റി ഒരു 60% വരെ റൈറ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ ഇനി നെഗറ്റീവ് റൂൾ നമ്പർ 12 നോക്കാം. നെഗറ്റീവ് റൂൾ 12 പറയുന്നത് the following type of sentence is also wrong most of the time. Statement which says that X and Y were contemporary. ഇത് ഹിസ്റ്ററിയിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് റൂൾ 12 നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസിലാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് കണ്ടംപററി എന്നുള്ള കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ്സ് ഒഴിവാക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സെയിന്റ് നിംബാർക്ക വാസ് എ കണ്ടംപററി ഓഫ് അക്ബർ. ഒബ്വിയസ്ലി കണ്ടംപററി വന്നു കഴിഞ്ഞാൽ മെജോറിറ്റി അത് തെറ്റായിരിക്കും, അപ്പം 1 തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. സെയിന്റ് കബീർ വാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഷെയ്ഖ് അഹമ്മദ് സിർഹിൻഡി. അവിടെയും എന്താണ് പറയുന്നത്, ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ്. ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് വന്ന പോലെയല്ല നമുക്കൊരു ഫീൽ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കൂ. സെയിന്റ് കബീർ വാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ്. എക്സ്ട്രീമിസം, ഒരു എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വന്നൊരു ഫീൽ വരുന്നത്. ഒബ്വിയസ്ലി അതും റോങ് ആവാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ ട്രിക്ക് മാത്രം ഉപയോഗിക്കരുത്, ലോജിക്കും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പൊ ആ ഒരു കാലഘട്ടത്തിന്റെ അകത്ത് സെയിന്റ് കബീർ വാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഷെയ്ഖ് അഹമ്മദ് സിർഹിൻഡി. ആ ഒരു കാലഘട്ടത്തിൽ മിഡിവൽ കാലഘട്ടമാണ്. ആരെയും പൂർണ്ണമായിട്ടും വിശ്വസിക്കാത്ത കാലഘട്ടങ്ങളൊക്കെയാണ് മിഡിവൽ ഇന്ത്യ അല്ലെങ്കിൽ ആൻഷ്യന്റ് ഇന്ത്യ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം ഒരു ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് അല്ലെങ്കിൽ സംവാട്ട് ഇൻഫ്ലുവൻസ്ഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഓക്കെ നമുക്ക് പറയാം. മോഡേൺ ഹിസ്റ്ററിയിൽ വരുന്ന സമയത്ത് ഈ സംഭവങ്ങൾ നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റണം കേട്ടോ. മിഡിവലും ആക്ഷനിൽ വരുന്ന സമയത്ത് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന സമയത്ത് മെജോറിറ്റി അത് തെറ്റായിരിക്കും. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് പരസ്പരം വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾ ആ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ലോജിക്ക് മനസ്സിലാവും എത്രത്തോളം. കാരണം നമ്മളൊരു പേജിൽ ഇവർ തമ്മിൽ നല്ല സ്നേഹത്തോടെ ഇരിക്കുന്നു എന്ന് വായിച്ചു കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന സ്നേഹത്തോടെ ഇരിക്കുന്ന 2 പേരും പിന്നെ ഭയങ്കര യുദ്ധമായിരിക്കും അല്ലെ. നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അന്നത്തെ കാലഘട്ടമാണ്. എങ്ങനെയെങ്കിലും വെട്ടിപ്പിടിക്കാന്നുള്ള മാത്രമാണ് ഉദ്ദേശം ഉണ്ടായിരുന്നത്. അതാണ് ലോജിക്കും കൂടെ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ഓപ്ഷൻസ് നെയ്തർ 1 or 2. അപ്പൊ എന്താ നെഗറ്റീവ് റൂൾ 12 പറയുന്നത്? കണ്ടംപററി, എക്സിന്റെ കണ്ടംപററി ആണ് വൈ എന്നൊക്കെ പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആയിരിക്കും. അപ്പൊ ഈ റൂളും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നെഗറ്റീവ് റൂൾ 13 പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദർ ആർ 3 factual statements or 3 factual pairs then all 3 statements or 3 pairs are not generally correct. അപ്പൊ അതായത് പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ സംഭവം ഇങ്ങനെയാണ്, അടുത്തൊരു പെയർ, ഒരു പെയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഓൾ ഓഫ് ദ എബോവ് നോട്ട് ആ റൂൾ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം, ധൈര്യത്തിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ഓൾ ഓഫ് ദ എബോവ് കറക്റ്റ് ആവുന്ന സാധ്യത വളരെ കുറവ്, ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആയിരിക്കും. ദിസ് റൂൾ ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് നെഗറ്റീവ് റൂൾ 6 4 or more സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ 4 അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നോട്ട് ആ റൂൾ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം എന്നുള്ള കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചിന്തിക്കരുത്. ഇവിടെ നമ്മൾ പെയറിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ 3 or 4 സ്റ്റേറ്റ്മെന്റ്, അപ്പൊ ഒരു പെയറിംഗ് ടൈപ്പ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ which is applicable for both factual as well as generic statements. അപ്പോൾ ഇവിടെ this rule should not be applied in history and art and culture questions or if you apply show great caution. അപ്പോൾ ഈ ഒരു റൂള് നിങ്ങൾ ഹിസ്റ്ററി ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചർ ക്വസ്റ്റ്യനിലേക്ക് പോയി അപ്ലൈ ചെയ്ത് നോക്കരുത്. ബിക്കോസ് അവിടെ എക്സാക്റ്റ് ആയിട്ടുള്ള ഡാറ്റകളാണ്. ദാറ്റ് മീൻസ് അത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ഒരു ജനറൽ ടൈപ്പ് വരുന്നില്ല. അതുകൊണ്ട് അത് നിങ്ങൾ ആക്ച്വലി ഈ റൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, പക്ഷെ ഇതൊക്കെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ടൈപ്പിലേക്കാണ് പോകുന്നത് അല്ലേ. കുറേ വൈഡ് ആയിട്ടുള്ള ഏരിയാസിൽ എവിടെ നിന്നോ എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമ്മൾ ഒരു ആസ്പിറൻസിന് കണ്ടെത്താൻ വേണ്ടിയിട്ട്.
അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം സ്റ്റേറ്റ്മെന്റ്സുകൾ എങ്ങനെയാണ്. ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ്സുകളാണ്. 3 സ്റ്റേറ്റ്മെന്റ്സുകളും ഫാക്ച്വൽ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സുകളാണ്. ഫാക്ട്സുകൾ മാത്രമേ ഉൾക്കൊണ്ടിട്ടുള്ളൂ. 3 സ്റ്റേറ്റ്മെന്റ്സുകൾ ഉണ്ട്. ജലം റിവർ പാസസ് ത്രൂ വൂളാർ ലേക്ക്. ഓക്കെ. കൃഷ്ണ റിവർ ഡയറക്ട്ലി ഫീഡ്സ് കൊല്ലേറു ലേക്ക്. മിയാൻഡറിംഗ് ഓഫ് ഗണ്ഡക് റിവർ ഫോംഡ് കൻവർ ലേക്ക്. ഇപ്പൊ ഫസ്റ്റ് റൂൾ നെഗറ്റീവ് റൂൾ 13 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു പെയറിംഗ് വന്നു കഴിഞ്ഞാൽ ഓൾ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞിരിക്കുന്നത് റോങ് ആയിരിക്കും. അപ്പൊ നണ്ണ് നമുക്ക് ആദ്യം തന്നെ ഒഴിവാക്കാം. നോട്ടാ റൂൾ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കി, നൺ ഓഫ് ദ എബോവ് ഒഴിവാക്കി. പിന്നെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒഴിവാക്കാം. ബിക്കോസ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് റൂൾ നമ്പർ 30 എന്താ പറയുന്നത്, ഓൾ ഓഫ് ദ എബോവ് ഈസ് കറക്റ്റ് എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ഒരിക്കലും കറക്റ്റ് ആവില്ല. 3 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ 3 എണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 2 എണ്ണം ശരിയായിരിക്കും. ഓക്കെ. 4 വന്നിട്ടുണ്ടെങ്കിൽ അതിലും 2 എണ്ണം കിട്ടും. നേരത്തെ പറഞ്ഞ അതേ റൂള് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടോ. പെയറിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് ഈ റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇതൊരു പെയറിംഗ് ടൈപ്പ് ആണ്. ജലം റിവർ വിത്ത് വൂളാർ ലേക്ക്, കൃഷ്ണ റിവർ വിത്ത് കൊല്ലേറു ലേക്ക്, മിയാൻഡറിംഗ് ഓഫ് ഗണ്ഡക് റിവർ ഫൗണ്ട് കൻവർ ലേക്ക്. അപ്പം ഇതിൽ ഓൺലി 2 ആണ്. നമ്മൾ 2 റൂളുകൾ അപ്ലൈ ചെയ്ത് നോക്കി. റൂൾ നമ്പർ 13 പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഓൾ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കി. നോട്ടാ റൂളും അപ്ലൈ ചെയ്ത് നോക്കി, അതും വർക്ക് ആയിട്ടുണ്ട്. പിന്നെ ഓൺലി 2 മാത്രമേ ഉള്ളൂ. ഇനി തേർഡിലേക്ക് നോക്കുകയാണെങ്കിൽ കൺസിഡർ ദ ഫോളോവിങ് ട്രീസ്: ജാക്ക് ഫ്രൂട്ട്, അറ്റോകാർപ്പസ്, ഹിറ്റിലിയോഫൈലസ്, മൊഹ്വ, മധുക്ക ഇൻഡിക്ക, ടീ, ടെക്ടോണ ഗ്രാൻഡിസ്. ഹൗ മെനി ഓഫ് ദ എബോവ് ആർ ഡിസീഡിയസ് ട്രീസ്? അപ്പൊ ഏതൊക്കെയാണ് ഡിസീഡിയസ് ട്രീസ് എന്ന കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് എന്താണ്, ഒരു പെയറിംഗ് ടൈപ്പ് ആണ്. ഓൾ ഓഫ് ദ എബോവ് തെറ്റാണ്. അത് അപ്ലൈ ചെയ്ത് നോക്കി. നോട്ടാ റൂളും അപ്ലൈ ചെയ്ത് നോക്കി. ഈ പെയറിംഗ് റൂളിൽ വരുന്ന സമയത്ത് ഇങ്ങനെ പെയറിങ്ങോ കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ മെജോറിറ്റി 2 ആൻസേഴ്സ് ആണ് ശരിയാവാൻ സാധ്യത കൂടുതലുള്ളത്. ഓക്കെ. സോ നെഗറ്റീവ് റൂൾ 3 എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ഫാക്ച്വൽ എലമെന്റ് സ്റ്റേറ്റ്മെന്റ്സുകളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു 3 ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ്സുകളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ഓൾ ഓഫ് ദ എബോവ് ഈസ് കറക്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും തെറ്റായിരിക്കും. ജനറലി അത് കറക്റ്റ് ആയിട്ട് വരില്ല. ബിക്കോസ് ആ 3 ഫാക്ച്വൽ പെയറുകളുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ പലപ്പോഴും 3ഉം ശരിയാണ് എന്ന് UPSC പറയില്ല. അതിൽ ചിലപ്പോൾ 2 തെറ്റാം, ചിലപ്പോൾ 1 തെറ്റാം. ബട്ട് മെജോറിറ്റി അതിൽ 1 തെറ്റാറുള്ളൂ, ബാക്കി 2 ശരിയാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ മെജോറിറ്റി ഓൺലി 2 എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിലായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത്. ഓക്കെ. നെഗറ്റീവ് റൂൾ 14 എത്തുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടെയ്നിങ് 2 ഫാക്ട്സ് ഓർ മോർ ദൻ 2 ഫാക്ട്സ് ഇസ് ജനറലി റോങ്. അതായത് സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ 2 ഫാക്റ്റോ 2ൽ കൂടുതൽ ഫാക്റ്റുകളോ വരുന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റേറ്റ്മെന്റ്സുകൾ റോങ് ആയിരിക്കും. For example, consider the following statements. Amarkantak hills are at the confluence of Vindhya and Sahyadri ranges. And Biligirghan hills constitute the easternmost part of Satpura range. Seshachalam hills constitute the southernmost part of Western Ghats. ഈ 3 സ്റ്റേറ്റ്മെന്റ്സുകൾ, സ്റ്റേറ്റ്മെന്റ്സ് കണ്ടെയ്നിങ് 2 ഫാക്ട്സ് ഓർ മോർ ദൻ 2 ഫാക്ട്സ് ജനറലി റോങ്. അതാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അവിടെ ഈ സ്റ്റേറ്റ്മെന്റ്സുകളിൽ ഇതാണ് നെഗറ്റീവ് റൂൾ 14 എന്താ പറയുന്നത്, അമർകണ്ടക് ഹിൽസ് ഫാക്ടുകളല്ല, ഇത് മൊത്തമല്ല. അമർകണ്ടക് ഹിൽസ് ആർ ദ കൺഫ്ലുവൻസ് ഓഫ് ദ വിന്ധ്യ ആൻഡ് സഹ്യാദ്രി റേഞ്ചസ്. ഓക്കെ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത് 1ാമത്തെ സ്റ്റേറ്റ്മെന്റ്. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഫാക്ടുകൾ ആ സ്റ്റേറ്റ്മെന്റ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ റോങ് ആയിരിക്കും. ഒന്ന് നമ്മൾ ഒഴിവാക്കി. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് 2 and 3 മൂവിംഗ് ടുവാർഡ്സ് എക്സ്ട്രീംനെസ് ഡ്യൂ ടു വേർഡ്സ് ഈസ്റ്റേൺ മോസ്റ്റ് സൗത്തേൺ മോസ്റ്റ്. ഇപ്പൊ 2 and 3 നമ്മൾ മറ്റേ എക്സ്ട്രീം വേൾഡ്, അതായത് ബിർമിംഗ്ഹാം കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സദേൺ മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന എക്സ്ട്രീമിസ്റ്റിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. ഓക്കെ. അപ്പം തീർച്ചയായിട്ടും ആ ഒരു സ്റ്റേറ്റ്മെന്റ്സുകളും റോങ് ആയിരിക്കാൻ സാധ്യത. നിങ്ങൾ എല്ലാ റൂളുകളും ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ റൂളുകൾ നിങ്ങൾ എഴുതി നോക്കട്ടോ. നമ്മൾ ആദ്യമേ എടുത്തിരിക്കുന്ന റൂളുകളൊക്കെ എഴുതി വെക്കുക, റൂളുകളെ പറ്റി നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം മാത്രം എല്ലാ റൂളും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എന്തൊക്കെ റൂളുകൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ മൈൻഡിൽ ഉണ്ടായതിനു ശേഷം മാത്രം വരിക. കാരണം ഇപ്പം ഞാൻ പറഞ്ഞു നോക്കുക എക്സ്ട്രീം വേർഡ്സ്. അപ്പോൾ ഇതെവിടുന്ന് ഇപ്പോൾ എക്സ്ട്രീം വേർഡ്സ് വന്നിട്ടുള്ളത്? അപ്പോൾ ഇതെങ്ങനെ ചിന്തിക്കുക? ഇപ്പം നോട്ടാ റൂൾ എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? അപ്പം ഈ റൂളുകളും എല്ലാ സമയത്തും നമ്മൾ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എല്ലാ റൂളുകളും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. കുറച്ച് ലോജിക്ക് ഉപയോഗിച്ച് നോക്കാം. ഓക്കെ. പക്ഷെ ഇവിടെ നമ്മൾ നോട്ടാ റൂളോട് ഓൾറെഡി ഫെയിലായി. കാരണം നമ്മൾ 3 സ്റ്റേറ്റ്മെന്റ്സുകൾ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നോട്ടാ റൂൾ നൺ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞെങ്കിൽ തെറ്റാരെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ പ്രത്യേകം എന്തായിരുന്നു, ഈ 3 സ്റ്റേറ്റ്മെന്റ്സോ അതിൽ കൂടുതൽ വന്നത് ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ്സുകളാണ് അല്ലെ. നേരത്തെ പറഞ്ഞിരിക്കുന്ന നോട്ടാ റൂൾ പറഞ്ഞിട്ടുള്ളത് 3 സ്റ്റേറ്റ്മെന്റ്സുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, 3 അതിൽ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് റോങ് ആയിരിക്കും, നൺ ഓഫ് ദ എബോവ് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ജനറൽ ടൈപ്പ് ആണ്. പക്ഷെ ഇവിടെ ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് വന്നിട്ടുള്ളത്. 10th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിത്ത് റെഫറൻസ് ടു ഇന്ത്യസ് പ്രോജക്ട്സ് ഓൺ കണക്ടിവിറ്റി കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ്.
ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ്സുകളാണ്. ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ അണ്ടർ ഗോൾഡൻ കോർഡിലേറ്റർ പ്രൊജക്ട് കണക്ട്സ് ദിബ്രുഗ ആൻഡ് സൂററ്റ്. നെറ്റ് റൂൾ 14 എന്താ പറയുന്നത്? ഫാക്ച്വൽ ആണ്, ഫാക്ച്വൽ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ദെൻ trilateral highway connects Moria in Manipur and Chiang Mai in Thailand via Myanmar. Bangladesh, China, India, Myanmar economic corridor connects Varanasi in Uttar Pradesh with Kunming in China. അപ്പം എല്ലാ സ്റ്റേറ്റ്മെന്റ്സിലും എന്താ ഫാക്ട്സുകളാണ് വന്നിട്ടുള്ളത്. എത്രത്തോളം ഫാക്ട്സുകൾ നമ്മൾ പഠിക്കാനും പറ്റില്ല നന്നായിട്ട് അറിയാം. അപ്പം ഫാക്ട്സ് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സുകൾ 3 റോങ് ആയിരുന്നു, നണ്ണാണ് അത് റൈറ്റ് ആൻസർ. ഇവിടെ നമ്മൾ നോട്ടാ റൂള് ഫെയിൽ. എന്തുകൊണ്ടാണ് നോട്ടാ റൂൾ ഫെയിൽ ആയിട്ടുള്ളത്? നോട്ടാ റൂൾ ഫെയിൽ ആയ കാര്യം, നോട്ടാ റൂൾ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ എവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജനറൽ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സുകൾ, അതായത് ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് സ്റ്റേറ്റ്മെന്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നൺ ഓഫ് ദ എബോ എന്ന് പറഞ്ഞിരിക്കുന്ന നോട്ടാ റൂൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ബട്ട് ഇവിടെ വന്നിട്ടുള്ളത് കോൺസെപ്റ്റ് ടൈപ്പ് അല്ല, ഫാക്ച്വൽസ് ആണ് വന്നിട്ടുള്ളത്. ഫാക്ച്വൽസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി നൺ ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു അവസാനം മൈൻഡ് വെക്കുക. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുന്ന സമയത്ത് അത് കോൺസെപ്റ്റ് ബേസ്ഡ് ആണോ അല്ലെങ്കിൽ ഫാക്ച്വൽ ടൈപ്പ് ആണോ എന്നുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം നോട്ടാ റൂളോ അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് റൂൾ 14 അപ്ലൈ ചെയ്ത് നോക്കാം. ദെൻ നെഗറ്റീവ് റൂൾ 15 ആൻഡ് 16 പറയുന്നത് എന്താണ്? ലാസ്റ്റ് ടൈം ഫൈനൽ ആണ്. 15 പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടെയ്നിങ് വേർഡ് ബിക്കോസ്, ഡ്യൂ ടു ഈസ് ജനറലി റോങ്. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ബിക്കോസ് അല്ലെങ്കിൽ ഡ്യൂ ടു ദിസ് കണ്ടീഷൻസ്, ഡ്യൂ ടു ദാറ്റ് കണ്ടീഷൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ജനറലി റോങ് ആയിരിക്കും. ഓർ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഹാസ് 2 or more parts ആൻഡ് 1 party try to justify the other parts by giving some reasons is generally incorrect. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ്സിൽ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഹാസ് 2 or more parts, അതായത് ഒരേ സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ്, ആ സ്റ്റേറ്റ്മെന്റ് 2 എന്ന സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ്, ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു 3-5 പാർട്ടുകൾ വരുന്നു. അപ്പം ഈ പാർട്ട് മറ്റൊരു പാർട്ടിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജനറലി ഇൻകറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്താ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുക്കാം? ഓക്കെ, ഖാരിഫ് ക്രോപ്പ്. ഓക്കെ, ഏതെങ്കിലും ടൈപ്പ് ഓഫ് ക്രോപ്സിന് എടുക്കാം. അപ്പോൾ ഒരു ക്രോപ്സ്, സോ ഈ ക്രോപ്സ് ഈ കാലയളവിൽ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ, അതിന്റെ കാരണം ഇന്നേതാണ് എന്ന് പറഞ്ഞ്, അതായത് ഇപ്പൊ റാബി ക്രോപ്സ്, ഇപ്പൊ കരിമ്പ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, കരിമ്പ് കൃഷി നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമേ പറ്റൂ, ബിക്കോസ് ഇത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. അപ്പം ഈ ഒരു കാരണം ഉണ്ടാകുന്നതിന്റെ കാരണം ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബിക്കോസ് അവിടെ വെള്ളത്തിന്റെ അളവ് കുറവായിരിക്കും, വെള്ളത്തിന്റെ അളവ് കൂടുതലായിരിക്കും എന്നുള്ള കണ്ടീഷൻ. ഇപ്പൊ കരിമ്പ് കൃഷി ഉത്തർപ്രദേശിൽ മാത്രമേ സാധിക്കുകയുള്ളൂ, ബിക്കോസ് അവിടെ വെള്ളത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിനെ ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്നത് മറ്റേ പാർട്ടാണ്. ജനറലി അത് ഇൻകറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് കേട്ടോ. പക്ഷേ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻകറക്റ്റ് ആയിരിക്കും. UPSC അങ്ങനെയാണ് തരുന്നത്. അതാണ് ബിക്കോസ് ഓർ ഡ്യൂ ടു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ജനറലി റോങ് എന്ന് പറയുന്നത്. ഒരു പാർട്ട് മറ്റേ പാർട്ടിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പാർട്ട്, താഴത്തെ പാർട്ട് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുക, ശരിയാണ്, അങ്ങനെയാണ്, ഡ്യൂ ടു ദിസ്, ഡ്യൂ ടു ദാറ്റ്, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദിസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കും. മെനി എക്സാമിനേഴ്സ് ട്രൈ ടു മിസ്ഗൈഡ് യു ടു തിങ്ക് ഇൻ റോങ് ഡയറക്ഷൻ. This is done by giving deceptive reason for why that statement should be right or wrong. എക്സാമിനേഴ്സ് നമ്മളെ പലപ്പോഴും റോങ് ഡയറക്ഷനിലേക്ക് ചിന്തിപ്പിക്കാൻ ശ്രമിക്കുക. അതാണ് അവരുടെ ഏറ്റവും മെയിൻ ഉദ്ദേശം. നമ്മുടെ തെറ്റായ ചിന്താഗതി രീതിയിലേക്ക് നമ്മളെ കൊണ്ട് ഡൈവേർട്ട് ചെയ്യിപ്പിക്കുക. പക്ഷെ ഡൈവേർട്ട് ചെയ്യാതെ ശരിയായ രീതിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെഗറ്റീവ് റൂൾ 16 എന്ന് പറഞ്ഞിരിക്കുന്നത് സംടൈംസ് വൺ സ്റ്റേറ്റ്മെന്റ്സ് മേ കൺസിസ്റ്റ് ഓഫ് മെനി സബ് പാർട്സ്. ഒരു സ്റ്റേറ്റ്മെന്റ്സിൽ ഒരുപാട് സബ് പാർട്ടുകൾ വരും, ഒരുപാട് പാർട്ടുകൾ വരും. സോ ദ റൂൾ ഇഫ് എനി part of the statements become wrong, then the whole statements become wrong. You might be thinking this should obviously, but many access make mistakes here. Therefore, please keep in mind it. Keep this rule in mind. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ്സ് കുറേ റൂൾസ് വരികയാണ്, പക്ഷെ അതിൽ ഏതോ ഒരു റൂള് മാത്രം തെറ്റി. നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന സ്റ്റൂഡൻ്റ് അല്ലേ, ബട്ട് നോട്ട് ദിസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, ബട്ട് നോട്ട് ദിസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റൂൾ നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് അതിനുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്, ബട്ട് നോട്ട് ദിസ് എന്ന് പറയുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആയിരിക്കുന്നത്. അപ്പം ഒരു സ്റ്റേറ്റ്മെന്റിൽ എത്ര പാർട്ട് ഉണ്ടായിക്കോട്ടെ, അതിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു പാർട്ട് നിങ്ങൾക്ക് മിസ്റ്റേക്ക് ആണ് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ്സ് മൊത്തം റോങ് ആയിരിക്കും. ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. ആ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ് അല്ലേ. ഓക്കെ, ഇതാ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കൂ. 2023 ഇൻട്രസ്റ്റ് ബിക്കം ഫ്രം ദ ഡെപ്പോസിറ്റ്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ദ ഇൻവെസ്റ്റേഴ്സ് ഇസ് എക്സ്റ്റെൻഡ് ഫ്രം ദ ടാക്സ്. ചിലപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ്സ് വരെ റൈറ്റ് ആണ്, ആ സ്റ്റേറ്റ്മെന്റ്സ് ഓക്കെ ആണ്, ബട്ട് ദ ഡിവിഡൻഡ് ഈസ് ടാക്സബിൾ. ബട്ട് ഡിവിഡൻഡ് ഈസ് ടാക്സബിൾ. അപ്പോൾ അത് റോങ് ആണല്ലോ, പക്ഷെ മറ്റേ ശരിയാണല്ലോ. അപ്പൊ എന്ന് കരുതിയിട്ട് ജനറലി ഇതെല്ലാവരും തെറ്റാന്ന് പറഞ്ഞാൽ പോലെ, പക്ഷെ പല ആസ്പിറൻസും
എന്താണ് എന്നാൽ അത് ശരിയായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ബട്ട് ദ ഡിവിഡൻഡ് ഈസ് ടാക്സബിൾ, അത് നിങ്ങൾക്ക് റോങ് ആണ്. ഇത് ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് റോങ് ആണ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് മൊത്തം റോങ് ആണ്. ഓക്കെ, മുകളിലത്തെ ഭാഗം റൈറ്റ് ആയിരുന്നു, താഴത്തെ ഭാഗം മാത്രമല്ല റോങ് എന്ന് പറഞ്ഞിട്ട് പോരുത്. അതാണ് നമ്മളെ റൂൾ നമ്പർ 16 പറഞ്ഞിട്ടുള്ളത്. കംപ്ലീറ്റ്ലി റോങ് ആയിരിക്കും. സോ ഇതാണ് നമ്മൾ നെഗറ്റീവ് റൂൾസ്. അപ്പൊ നെഗറ്റീവ് റൂൾസ് 16 നെഗറ്റീവ് റൂൾസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പോസിറ്റീവ് റൂൾസ് നമ്മൾ ഇത്രയും നേരം എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവ് റൂൾസ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് റൂൾസും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 10 ഐ തിങ്ക് 15ഓളം റൂളുകൾ പോസിറ്റീവ് റൂൾസും ഉണ്ട്. അതിനുശേഷം UPSCന്റെ ഒരു സക്സസ് ഫോർമുലാസ്, കുറച്ച് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പേപ്പറിന്റെ ജഡ്ജ്മെന്റ്, നമ്മളെങ്ങനെ എലിമിനേഷൻ ഉപയോഗിക്കാം, എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, നമ്മളെ ഡയമെൻഷൻ സ്ട്രാറ്റജി നമ്മളെങ്ങനെ ചിന്തിക്കണം, അതുപോലെ തന്നെ 3 റൗണ്ട് ഫോർമുലാസ് നമ്മൾ എങ്ങനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാം, എന്തൊക്കെ ചെയ്യാം എക്സാമിനേഷൻ ടൈമിൽ എഫക്റ്റീവ്ലി ആ 2 hours നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, നമ്മുടെ റീഡിങ് സ്പീഡ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം തുടങ്ങിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള UPSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിശോധിച്ചിട്ട് UPSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. സോ ഇത്രയുമാണ് നമ്മൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആ ഒരു പാർട്ടുകൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് UPSC ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരിശോധിച്ചാണ് നമ്മളത് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നാളെ പോസിറ്റീവ് റൂൾസും കൂടി നിങ്ങൾക്ക് നൽകും. 5th മുതൽ നമ്മുടെ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ട് മാത്രം പോകരുത്. എന്ത് ചെയ്യുക, നിങ്ങൾ മൈൻഡിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന വരെ ടൈമിൽ ടെസ്റ്റ് സീരീസ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ തന്നെ പോവുക. ബിക്കോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഒത്തന്റിക്കേറ്റ് ആയിട്ടുള്ള സോഴ്സുകൾ ആൻഡ് സിലബസ്. രണ്ടിലും സ്റ്റിക്ക് ഓൺ ചെയ്യാം. അതിനുശേഷം മാത്രം നിങ്ങൾ മറ്റ് ഏരിയാസിനകത്തേക്കോ അല്ലെങ്കിൽ മാർക്കറ്റിൽ കാണുന്ന എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും വാങ്ങി പഠിക്കുക അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വേണം എന്നുള്ള കാര്യം നിങ്ങളെ മൈൻഡിൽ നിന്ന് ആദ്യം ഒഴിവാക്കുക. എന്ത് ചെയ്യാം, ഏതാണോ ഒതന്റിക് ആയിട്ടുള്ള സോഴ്സ് അതിനെ ഫോക്കസ് ചെയ്യുക. ദാറ്റ് മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് മനസ്സിലാക്കുക, ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് മനസ്സിലാക്കുക, ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെ ചോദിക്കുന്നു. അതായത് UPSC പൊളിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മെത്തേഡ് ആയിരിക്കില്ല ജോഗ്രഫി ചോദിക്കുന്നത്. ജോഗ്രഫി ചോദിക്കുന്ന പോലെ ആയിരിക്കില്ല എൻവയോൺമെന്റ് ചോദിക്കുന്നത്. ഓക്കെ, എൻവയോൺമെന്റ് പോലെ ആയിരിക്കില്ല സയൻസ് ആൻഡ് ടെക്, അതുപോലെ ആയിരിക്കില്ല ഹിസ്റ്ററി ചോദിക്കുന്നത്. അപ്പം ഓരോ ക്വസ്റ്റ്യൻസും ഓരോ രീതിയിലാണ് ചോദിക്കുക. ഓക്കെ, അപ്പൊ അത് എന്ത് രീതിയാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ പരിശോധിച്ച് നോക്കാം. ഓരോ സബ്ജക്റ്റിനും നോക്കാം. അറ്റ്ലീസ്റ്റ് 2015 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും പരിശോധിച്ച് 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് നോക്കി. ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ സ്റ്റഡീസിനെയും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്. ഒരു സ്റ്റേറ്റ്മെന്റ് പഠിക്കുന്ന സമയത്ത് ഇത് പ്രിലിംസിന് വരുമോ അല്ലെങ്കിൽ മെയിൻസിന് വരുമോ, പ്രിലിംസിന് വന്നാൽ ഇതെങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രിലിംസിന് വരാം, അല്ലെങ്കിൽ മെയിൻസിന് വരികയാണെങ്കിൽ എങ്ങനെ മെയിൻസിന് ഈ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുന്ന ലെവലിൽ മാത്രമേ പഠിക്കാൻ ശ്രമിക്കുകയുള്ളൂ. അല്ലെ, ഇപ്പം നമ്മൾ ബ്രഹ്മോസ് മിസൈലിന്റെ ഒരു ന്യൂസ് വരികയാണ്. അപ്പോൾ ബ്രഹ്മോസ് മിസൈലിന്റെ ന്യൂസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക, പ്രിലിംസ് ബേസ്ഡ് ആയിട്ടാണ് ഫോക്കസ് ചെയ്യുക. അല്ലെ, ബ്രഹ്മോസ് മിസൈൽ എങ്ങനെയാണ്, അതിന്റെ ടെക്നോളജി എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. അല്ലെ, അപ്പൊ ഇനി ഫോർ എക്സാമ്പിൾ ഒരു മൈഗ്രേഷനെ പറ്റിയൊരു ന്യൂസ് വരുന്നു. മൈഗ്രേഷൻ ഇന്ത്യയിൽ നിന്ന് കുറെ മൈഗ്രേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്റേണൽ മൈഗ്രേഷൻ ഇന്ത്യയിൽ കൂടുതലാണ്, ഔട്ട് മൈഗ്രേഷൻ കൂടുതലാണെന്ന കാര്യം സമയത്ത് എല്ലാം ഡാറ്റാസ് പരിശോധിക്കാൻ പോകും. അല്ലെ, അപ്പം കേരളത്തിൽ നിന്ന് ഇത്രത്തോളം ആളുകൾ 20% ആളുകൾ പുറത്തേക്ക് പോകുന്നു, തമിഴ്നാട്ടിൽ നിന്ന് 30% ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നു, ബംഗ്ലാദേശിൽ നിന്ന് 30% ആൾക്കാർ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് കുറച്ച് നമ്മൾ ഡാറ്റാസിന് പിന്നാലെ പോകുമോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. ബിക്കോസ് ദാറ്റ്സ് നോട്ട് ഫോർ പ്രിലിംസ്, ദാറ്റ്സ് ഫോർ മെയിൻസ് എക്സാമിനേഷൻസ്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കിയാൽ മതി, അവിടെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സോ ഇത് UPSCയിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ വേണ്ട ഒരു ഐഡിയ ആണ്. അത് വെച്ച് മാത്രം പഠിച്ചു പോയാൽ മതി. ഈ സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്നൊന്നും UPSC പറയുന്നില്ല. എത്രത്തോളം പഠിക്കണം എന്നതിനേക്കാൾ കൂടുതൽ എത്രത്തോളം പഠിക്കാൻ ഇല്ല എന്നാണ് UPSC എക്സാമിനേഷൻ. അത് നിങ്ങൾ കുറേ മിസ്റ്റേക്സുകൾ വരുത്തുന്ന സമയത്താണ് നിങ്ങൾ ഐഡിയയിലേക്ക് എത്തും. എന്തായാലും നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, സോ നന്നായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കാം. സക്സസ് എന്ന് പറയുന്നത് മിയർലി ഒരു നോളജ് മാത്രമല്ല, ബുക്സിന്റെ പിന്നാലെ ഓടുന്നതുമല്ല, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി, എങ്ങനെ സൊല്യൂഷൻസ് മേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതും കൂടിയാണ് UPSCയുടെ സക്സസ്. ഓക്കെ, മറ്റൊരു എക്സാമിനേഷൻ പോലെയല്ല UPSC എക്സാമിനേഷൻസ്. നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ലൈഫ് ലോങ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു എക്സാമിനേഷനാണ്, മറ്റേ എക്സാമിനേഷൻ പോലെയല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ PSC എക്സാമിനേഷൻ എടുക്കുന്നു.
അവിടെ നിങ്ങൾ ഒരു LD ക്ലർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി എല്ലാം പഠിക്കുന്നു. ബട്ട് നിങ്ങൾ ജോലിക്ക് എത്തുന്നത് ഒരു കമ്പ്യൂട്ടറിന് മുന്നിലായിരിക്കും, അല്ല ഒരു എക്സൽ ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യില്ല, പക്ഷേ ഹിസ്റ്ററി എല്ലാം അറിയാം, പൊളിറ്റി എല്ലാം അറിയാം. കാര്യമുണ്ടോ? ഇല്ല. അതുപോലെയല്ല UPSC, അതുപോലെയല്ല IAS ഓഫീസർ. നിങ്ങൾ പഠിക്കുന്ന ഇപ്പം എക്കണോമി ആയിക്കോട്ടെ, പൊളിറ്റി ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കുന്ന മേഖലയിൽ തന്നെയാണ് നിങ്ങൾ വർക്കും ചെയ്യണം. ഇപ്പം ജോഗ്രഫി പഠിച്ചുകൊണ്ട് എനിക്ക് എന്ത് കാര്യം? അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിച്ചുകൊണ്ട് സർ എവിടെ എത്താനാണ്? UPSC എവിടെയാണ് ഹിസ്റ്ററിന്റെ ആവശ്യകത ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ഒരു മ്യൂസിയത്തിന്റെ ഒക്കെ ഡയറക്ടർ ആകുന്നുണ്ടെങ്കിലോ അവിടെ ഹിസ്റ്ററി ആവശ്യമായിട്ടുണ്ട്, അല്ലേ? നിങ്ങളിപ്പോൾ എൻവയോൺമെന്റൽ ടൈപ്പ് എന്തെങ്കിലും ഒരു ഡയറക്ടർ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻവയോൺമെന്റ് പഠിച്ചിരിക്കണം. ഒബ്വിയസ്ലി പൊളിച്ച് എന്തായാലും അറിഞ്ഞിരിക്കണം. ആസ് IAS IPS ഓഫീസറെ പൊളിച്ച് എന്തായാലും അറിഞ്ഞിരിക്കണം. എക്കണോമി എന്തിനാണ് സാർ എക്കണോമി പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമി ആവശ്യമായിട്ടുണ്ട്, അല്ലെ? ഇന്ത്യൻ എക്കണോമി കണ്ടീഷൻസ് അറിഞ്ഞിരിക്കണം. പല ഡാറ്റാസുകളും അതുപോലെ തന്നെ പല ഫണ്ട് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുക, ഒരു IAS ഓഫീസറിന്റെ കയ്യിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ലൈഫ് ലോങ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരേ ഒരു എക്സാമിനേഷൻ്റെ ഒരേ ഒരു ജോബാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. അതുകൊണ്ട് തന്നെ മിയർലി നിങ്ങളുടെ നോളജ് ടെസ്റ്റിങ്ങിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഇന്റലിജൻസ്, നിങ്ങൾ ആ നോളജ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഭാവിയിൽ, അതാണ് UPSC ടെസ്റ്റ് ചെയ്യുക, അതാണ് UPSC എക്സാം ടെസ്റ്റ് ചെയ്യുക. അതേ രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാക്സിമം ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എനിവേ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ. So